സാധിച്ചു. മനസ്സെ കുറച്ചുകൂടി ഏകാഗ്രമാക്കാൻ സാധിച്ചു. ഞാൻ ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. ടോം സാറിനും അതുപോലെ തന്നെ ഇത് സംഘടിപ്പിച്ചതായ എല്ലാവർക്കും, പ്രത്യേക റോബൻ ജിക്കും അതുപോലെ ശ്രീകുമാർ ജിക്കും ഒക്കെ പ്രത്യേകമായി നന്ദി പറയുന്നു. ഇതിലെ ഈ പ്രോഗ്രാം ഇനിയും തുടർന്നും ഫോളോ അപ്സ് ഒക്കെ ഉണ്ടാകണമെന്നുള്ള പ്രത്യേകമായ താല്പര്യമാണ്. സ്വഭാവത്തിനും അതുപോലെ ശരീരത്തിനും ഒക്കെയും മാറ്റം ഉണ്ടാക്കാനായിട്ട് വളരെ സഹായിച്ചു എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഈ സമയം പറയുന്നു. ഓക്കെ, രഞ്ജിനി പ്ലീസ്. എല്ലാവർക്കും സുപ്രഭാതം. ഞാൻ ഫോറിൻ ക്ലബിന്റെ മെമ്പറായ ഞാൻ രഞ്ജിനി പ്രദീപ്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യോഗ ഡിപ്ലോമ പാസ്സായി. ഇപ്പോൾ യോഗയിൽ തന്നെ ഉപരിപഠനം നടത്തുന്നു. നമ്മൾ 21 ദിവസമായി ഒരു പ്രവേശിക്കുകയാണ് ചെയ്തത്. പൂജയെടുപ്പിന് ഹരിശ്രീ കുറിച്ച് യോഗയുടെ അനന്ത സാധ്യതകളെ കുറിച്ചുള്ള വാതായനം തുറക്കുകയായിരുന്നു ഫോറിൻ ക്ലബ് യോഗ ദർശൻ പരിപാടിയിലൂടെ. എവിടെ നിന്നാണ് പരമമായ ജ്ഞാനം ലഭിക്കുന്നത് എന്നുള്ള രേഖപ്പെടുത്തലുകളായിരുന്നു 21 ദിവസത്തെ ഈ തീർത്ഥയാത്ര. പ്രപഞ്ച സത്യത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ, ഒരു അന്വേഷിയുടെ, യോഗ അഭ്യാസയുടെ അന്വേഷണത്തെ പ്രാപ്തമാക്കുന്ന ഉത്തമ വിദ്യയാണ് യോഗ എന്ന തിരിച്ചറിവ് യോഗ ദർശനിലൂടെ നമുക്ക് ലഭിച്ചിരുന്നു. കൗശലം എന്ന ഗീതാവാക്യത്തിലൂടെ ലൗകികന്റെ കർമ്മങ്ങളിൽ തിളങ്ങി നിൽക്കാൻ സഹായിക്കുന്ന പ്രയോഗങ്ങളാണ് യോഗയിലൂടെ എന്ന് അറിയാൻ സാധിച്ചു. സാധാരണഗതിയിൽ യോഗയെ വ്യത്യസ്തങ്ങളായ നിയമാവലികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരെ യോഗാഭ്യാസത്തിൽ നിന്ന് അന്യവൽക്കരിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു മൂഢവിശ്വാസത്തെ തകിടം മറിക്കുന്നതായിരുന്നു നമ്മുടെ 21 സുപ്രഭാതങ്ങൾ. ദിനം പ്രതി ജീവിത സത്യങ്ങളെ കുറിച്ചുള്ള ചോദ്യചരങ്ങളും അവയുടെ ഉത്തരങ്ങളുമായി എത്തിയിരുന്ന ശ്രീകുമാർ സാറിനും തീക്ഷ്ണമായ അനുഭവ സാക്ഷ്യപ്പെടുത്തലുകളിലൂടെ യോഗ ദർശനിലെ എല്ലാ അംഗങ്ങൾക്കും യോഗ വിന്യാസത്തിന്റെ മാന്ത്രിക സ്പർശം പകർന്നു നൽകിയ എന്റെ ഗുരുനാഥൻ കൂടിയായ ടോം അബ്രഹാം സാറിനും നന്ദിയുടെ നറുമലരുകൾ അർപ്പിക്കുന്നു. ഫോറിൻ ക്ലബിന്റെ ഫൗണ്ടറായ റോബിൻ ജിയുടെ ഒരു വാക്ക്, അവേക്കനിങ് ടുഗദർ ട്രാൻസ്ഫോമിംഗ് പീപ്പിൾ എന്ന നമ്മുടെ ഫോറിൻ ക്ലബിന്റെ ആപ്തവാക്യത്തെ അന്വർത്ഥമാക്കുന്ന പരിപാടിയായിരുന്നു യോഗ ദർശൻ പ്രോഗ്രാമിലൂടെ സാധിച്ചത്. ഈ യോഗദർശൻ പരിപാടിയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ തുടർ പഠന സാധ്യതകൾ ഏറെയുള്ള ഈ പദ്ധതി നല്ലൊരു പുത്തൻ ദിശാബോധത്തോടെ തന്നെ വർദ്ധിക്കുമെന്ന് ഉറപ്പാക്കണമെന്ന് അങ്ങയോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് യോഗയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഓരോ പാക്കേജുകളായിട്ടാണ് നമുക്ക് സാധാരണ ലഭ്യമാകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ സാധ്യതകള്, അനന്തമായ സാധ്യതകളെ കുറിച്ചുള്ള ഒരു തുറവി, അതൊരു വലിയൊരു പുതിയ അനുഭവമായിരുന്നു. ആ നിലയ്ക്ക് വളരെ നല്ലൊരു, കാരണം ഇത്രയും വിപുലമാണ് എന്ന് ആദ്യമായിട്ടാണ് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞത്. അതിന് നന്ദി പറയാനും ഇനി ഭാവിയിൽ ഇത്തരത്തിലുള്ള യോഗ ദർശനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഫോറിൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റോബിൻ ജിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് തന്നെയാണ്. ഗുഡ് മോർണിംഗ് സർ. നീന ശബരീഷ്. ഞാൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. ആദ്യം എനിക്ക് റോബിൻ ജിയോട് വലിയൊരു താങ്ക്സ് ആണ് പറയാനുള്ളത്. കാരണം ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു അനുഭവം സൃഷ്ടിച്ചു ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയിലൂടെ എന്നുള്ളതിന് ആദ്യം റോബിൻ ജിയോട് നന്ദി പറയാണ്. പിന്നെ ഏറ്റവും അത്ഭുതം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, സ്വപ്നം കാണുക എന്ന് പറയുന്നത് നമ്മളെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ് എന്ന് നമ്മൾ അറിയുന്നതാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഫോറിൻ ക്ലബാണ് ഇത്തരത്തില് നമ്മളെ സ്വപ്നങ്ങളെയൊക്കെ തകിടം മറിച്ച് ഉറക്കം കെടുത്തുന്ന ഒരു സംഗതി. കാരണം യോഗ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങുന്നു എന്ന് അറിയുന്നത് മുതൽ നമ്മൾ ഉറങ്ങാൻ എത്ര ലേറ്റ് ആയിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നതെങ്കിലും 5 മണിയാകുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉണരുകയാണ്. കാരണം നമുക്കിത് അറ്റൻഡ് ചെയ്യണം. ഓരോ ദിവസവും ടോം സാറ് വരുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ദർശനവും കൊണ്ടാണ്. യോഗയ്ക്കൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പരിധിയാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു അവബോധം. അതായത് അത്ര അറിയുമായിരുന്നുള്ളൂ, അറിവില്ലായ്മ.
അത് തന്നെ പറയണം. പക്ഷെ ഇതൊരു വലിയ പ്രപഞ്ചാണെന്നും ഒരു അതിലെ അടങ്ങാത്ത വിഷയങ്ങളില്ല എന്നും കാണിച്ചു തന്നത് ഈ ഒരു ഫോറിൻ ക്ലബ്ബാണ്, ഈ ഒരു പ്ലാറ്റ്ഫോമാണ്. വളരെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഓരോ ദിവസത്തെയും കാര്യങ്ങളെ പഠിച്ചത്. ഇത്രയൊക്കെ ബ്രാഞ്ചുകൾ ഇതിനുണ്ടെന്നും ഇത്രയൊക്കെ ആഴങ്ങൾ ഈ ഒരു വിഷയത്തിനുണ്ട് എന്നുള്ളതും മനസ്സിന്റെ കടന്നു പോകാൻ സാധിക്കാത്ത തലങ്ങളില്ല മനസ്സിന് എന്നുള്ളതും ഒക്കെ തെളിയിച്ച ഒരു വലിയ പഠനമായിരുന്നു സത്യത്തില് ഈ സെഷൻ. ഒരു യോഗ മനസ്സിനും ശരീരത്തിനുമുള്ള ഒരു എക്സസൈസ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതാണ് ഒരു വലിയ ജീവിത ദർശനം എന്ന് കാണിച്ചു തന്നത് ഈ ഒരു സെഷനാണ്. അതിന് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഉറപ്പാണ് ഒരുപാട് പേർ എന്നെക്കാൾ കൂടുതൽ പറയാൻ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടാവും. ഞാൻ അധികം നീട്ടുന്നില്ല. പക്ഷെ ഈ ഒരു സംരംഭത്തിന് മുതിർന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു ലീന ശബരീഷ്. നെക്സ്റ്റ് ഹാൻഡ് റൈസ് ചെയ്ത് അൺലോക്ക് ചെയ്ത് സ്വയമായി സംസാരിക്കാം പ്ലീസ്. ഹലോ പറയൂ. ഞാൻ ശാംഭവി, കോഴിക്കോട് ജില്ലയിലാണ്, അധ്യാപികയാണ്. ഈ ഇത്രയും ദിവസം 21 ദിവസം ഈ ക്ലാസ്സിൽ 20 ദിവസം പിന്നിട്ട സമയത്ത് ഇതിൽ നമ്മൾ സാധാരണ കാണുന്ന ക്ലാസ്സുകളിൽ നിന്ന് വിഭിന്നമായി പലതരം അറിവുകൾ നമുക്ക് പകർന്നു തരാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. അതല്ല, സാധാരണ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും തലങ്ങളിൽ ഇത്രയും യോഗാ ദർശനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴാണ്. പിന്നെ അത് വെറൊരു അഭ്യാസമല്ല, ഇങ്ങനെ അതിനുള്ളിൽ പല അർത്ഥങ്ങളും ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇതിന് വളരെ നന്ദി. ഇത്രയും ശാസ്ത്രീയമായി ഞങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അറിവുകളൊക്കെ പകർന്നു നൽകിയ ടോം സാറിനും ഇതിന് പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു ശാംഭവി. ഹാൻഡ് റൈസ് ചെയ്തത് പ്ലീസ്. സംസാരിക്കാമോ? സംസാരിക്കും പ്ലീസ്. ഞാൻ സുരേന്ദ്രൻ ടീക്കിലോട് ഞാൻ വർഷങ്ങളായിട്ട് യോഗ പ്രാണായാമൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. സാറിന് 21 ദിവസം ക്ലാസ് കൊണ്ട് അത് ശരിക്കും നമ്മളൊരു കറക്ഷനാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല സ്റ്റെപ്സും, പ്രത്യേകിച്ചും പ്രാണായാമയിലും യോഗയിലും ഒക്കെ ഉള്ള കുറെ സ്റ്റെപ്സ് നന്നായി കറക്റ്റ് ചെയ്യാൻ പറ്റി. അത് നല്ലൊരു അനുഭവമായി. പിന്നെ ഇതിന് വ്യത്യസ്തമായിട്ടുള്ള സങ്കേതങ്ങളിലാണ് ഇതൊക്കെ ഈ യോഗയും പ്രാണായാമയുടെ വ്യത്യസ്ത പോസുകൾ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളത് ഒരു ഫിലോസഫിക്കൽ ബേസിസ് ഉണ്ടെന്നുള്ള ഒരു നല്ലൊരു അവബോധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. അപ്പൊ ഇതിൽ ഞാൻ കണ്ടൊരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ 21 ദിവസമായിട്ട് യോഗയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഈ സമയപരിധിക്കുള്ളിൽ ഓരോ ദിവസവും പുതിയ സങ്കേതങ്ങൾ പരിചയപ്പെടുന്നതിനിടയ്ക്ക് ഒരു പാക്കേജ് ആയിട്ട് ഈ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഒരു മിനിമം ഒരു ലെമൻ കാഴ്ചപ്പാടില് നമുക്ക് എങ്ങനെയാണ് ഒരു 21 ദിവസം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ടതെന്നുള്ളത് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരുപാട് ദിവസങ്ങൾ കിട്ടേണ്ട കുറെ സംഭവങ്ങൾ കിട്ടി. ഇനിയിപ്പോ അതിന്റെ ഒരു എഡിറ്റിംഗ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത്, എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്നുള്ള രീതിയിലേക്ക് എഡിറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടാവും. 21 ദിവസമായിട്ട് തീർച്ചയായും പങ്കെടുക്കുന്ന ആളിന് ആശിക്കുന്ന ഒരു കാര്യം, നമ്മൾ എങ്ങനെയാണ് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ സമയത്തേക്ക് എങ്ങനെ ചിട്ടപ്പെടുത്തണം എന്നുള്ള ഒരു കാര്യം എന്ന് സാറ് പറയുന്നത് വിചാരിക്കുന്നു. കാരണം അതാണ് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് ഉണ്ടാവുക. ഓരോ സങ്കേതങ്ങൾ ഈ പരിമിതമായ സമയത്തിനുള്ള പരിചയപ്പെടാൻ കഴിഞ്ഞതും അത് തന്റെ ജീവിതത്തിലെ ഈ യോഗയ്ക്കൊക്കെ വെറും കായികാഭ്യാസം മാത്രമല്ല, അതിനൊക്കെ ഒരു ഫിലോസഫിക്കൽ ബേസിസ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനും കഴിഞ്ഞു. എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, ഇത് ഒരാൾക്ക് ദൈനംദിന പ്രോഗ്രാമായി ചെയ്യാനുള്ള കുറച്ച് സ്റ്റെപ്സ് ആയിട്ട് ചെയ്യാനുള്ള ഒരു പരിചയപ്പെടുന്നോട് വേണമെന്ന്. ഏതായാലും വളരെ നന്ദി. കാരണം ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു, 5 മണിയാകാൻ കാത്തിരിക്കുകയായിരുന്നു. സ്ഥിരമായിട്ട് എന്റെ ആ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നു പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സുരേന്ദ്രജി. എനിക്ക് നമ്മളിപ്പം അനൗൺസ് ചെയ്തപ്പോൾ ട്രാൻസ്ഫോമിംഗ് ദ പീപ്പിൾ ഇൻ 21 days എന്നുള്ള ഒരു ആപ്തവാക്യവുമായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയത്. ട്രാൻസ്ഫോർമേഷൻ ഇൻ 21 days ത്രൂ യോഗ, അതായിരുന്നു ടൈറ്റില്. അപ്പം നമ്മൾ ആ ബേസ് ഇറ്റ് വാസ് എ റെവല്യൂഷണറി ആക്ട് ബൈ വിച്ച് വി വർ ഇതുവരെയുള്ള കൺവെൻഷണൽ കാര്യങ്ങളെ മുഴുവൻ അൺഡു ചെയ്തുകൊണ്ട് നമ്മളൊരു പുതിയ വി ആർ ട്രെഡിങ് എ ന്യൂ പാത്ത്. അപ്പം അവിടെയാണ് ബ്രേക്കിംഗ് ദ ബാരിയേഴ്സ്
breaking the bondages, breaking the cliches. ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഓരോ അംശത്തിലും അത് പ്രകടമായിരുന്നു. അപ്പം എന്താണ് 20 മിനിറ്റ് 30 മിനിറ്റ് കൊണ്ട് ചെയ്യാത്തത് എന്താണെന്നുള്ള സാധനം നമ്മൾ അനൗൺസിങ്. ഓക്കെ, ആർക്കെങ്കിലും രണ്ടുപേർ കൂടെ സംസാരിക്കാം. നമസ്കാരം, ഞാൻ അനിൽകുമാർ. ഓക്കെ, ഒടുവിലാണ്, ആലപ്പുഴ ചാപ്റ്റർ ആണ്. ഓക്കെ ഓക്കെ. മോഹൻജി നമസ്കാരം, റോബിൻജി, അതോടൊപ്പം തന്നെ ടോം സാർ, ശ്രീകുമാർ സാർ, വളരെയധികം നന്ദി അറിയിക്കുന്നു. കാരണം ഈ നമ്മളുടെ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ യോഗയെ കുറിച്ചൊരു മുൻവിധി ഉണ്ടാവും. ഞാനും ആ കൂട്ടത്തിലായിരുന്നു. അല്പം അറിയാം എന്നൊക്കെയുള്ള ആ ഒരു മുൻവിധി, ആ എന്റെ മുൻവിധികളെ മൊത്തം തകിടം മറിച്ചു 21 ദിവസം. ശരിക്കും നല്ല അനുഭവം. ഇത് ശരിക്കും മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. അവരുടെ ഈ മുൻവിധി വെച്ചുകൊണ്ട് വരാതിരിക്കുന്ന അനുഭവം. ശരിക്കും എല്ലാ ആൾക്കാരും ഇത് വരികയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ആലപ്പുഴ ചാപ്റ്ററിന്റെ എല്ലാവിധ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നന്ദി റോബിൻജി, മോഹൻജി, അതോടൊപ്പം തന്നെ ടോം സാർ, ശ്രീകുമാർ സാർ. ഞാൻ ജോൺ. ഓക്കെ, പറഞ്ഞോട്ടെ സാർ. ഓക്കെ ജോൺ, സാറേ, ഞാൻ ആദ്യമായിട്ട് 4AM ക്ലബിൽ എത്തപ്പെട്ടതിന് മോഹൻജി അവர்களോടും റോബിൻജി അവர்களോടും ഒക്കെ വളരെ നന്ദി ആദ്യമേ പ്രകാശിപ്പിക്കുകയാണ്. പിന്നീട് ഇതിന്റെ ആദ്യമേ തന്നെ ഈ ട്രാൻസ്ഫോർമേഷൻ ഇൻ 21 ഡേയ്സ് എന്നുള്ളത് 100% അർത്ഥമാക്കി ഒരാളാണ് ഞാനെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കാരണം ജീവിതത്തിൽ ആദ്യമായി 5 മണിക്ക് ഈ 21 ദിവസം തുടർച്ചയായി എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ എഴുന്നേൽക്കാൻ സാധിച്ചു എന്നുള്ളതിന് ഞാൻ നിങ്ങളോടെല്ലാം വളരെ നന്ദി പറയുകയാണ്. ഈ പറയുന്ന യോഗയെ പറ്റി ഇത്രയും ആഴമായി കാണാൻ ക്ലാസ് എടുത്ത അതിന്റെ ആദ്യത്തെ ശ്രീകുമാർ സാറിനോടും പിന്നെ യോഗയിലെ ക്ലാസ് എടുത്ത ടോം ജോസഫ് സാറുമാണ് പറയാനുള്ളത്. ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റോളം യോഗ എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു ഷെഡ്യൂൾ അത് തീർച്ചയായും ഞങ്ങൾക്ക് പറഞ്ഞു തരികയും കൂടി ചെയ്താൽ ഇത് പൂർണ്ണമായി അർത്ഥപൂർണമാകും. അതിനെല്ലാ അർത്ഥത്തിലും നന്ദിയുണ്ട്. ഒരിക്കൽ കൂടി നന്ദി പറയും. ഓക്കെ, താങ്ക് യു. നമുക്ക് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് അവസാനമായ ഒരാളെ കൂടെ വിളിക്കുകയാണ്. ആശ ഫ്രം തിരുവല്ല. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഞാൻ ഈ ഇതിൽ വന്നത് ശരിക്കും കൊറോണ പോസിറ്റീവ് ആയ ഒരു സമയത്തായിരുന്നു. എനിക്ക് ശ്രീകുമാർ സാർ പറഞ്ഞ് എനിക്ക് ഇതിനകത്ത് ഒരു അറിവ് കിട്ടിയത് 4AM ക്ലബിലെ മെമ്പർ ആയതും ഒക്കെ. എനിക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ സാറ് പറഞ്ഞതുപോലെ ഞാൻ ജീവിതത്തിൽ രാവിലെ എഴുന്നേക്കാത്ത ഒരാളായിരുന്നു. MSc MD ചെയ്ത ഒരാളാണ്. രാത്രികളിൽ മാത്രം ഇരുന്ന് പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എന്റെ ജീവിത ചിട്ട തന്നെ എനിക്ക് മാറി കിട്ടി. എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റി. എനിക്ക് കൊറോണ പോസിറ്റീവ് ആയിരുന്ന ആ സമയത്ത് എന്റെ ടെൻഷൻ, എനിക്ക് കുഞ്ഞുമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ മോന് 8 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഫാമിലി മൊത്തം പോസിറ്റീവ് ആയിരുന്നു. അപ്പൊ എനിക്ക് തന്ന ആ മനസ്സാന്നിധ്യം എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും അത് മറക്കത്തില്ല. എനിക്ക് വളരെ വളരെ പ്രയോജനം നൽകി. പിന്നെ നമുക്ക് ജീവിത ചിട്ടകൾ തന്നെ മാറി. വളരെ നല്ല ക്ലാസ്. എങ്ങനെ അത് പറയണം എന്ന് അറിയത്തില്ല. എനിക്ക് MG യൂണിവേഴ്സിറ്റിയുടെയും 4AM ക്ലബിനോടുള്ള അതിയായ നന്ദി അറിയിക്കുന്നു. പിന്നീട് ഇനിയും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഞങ്ങൾക്ക് തരണം എന്നാണ് എന്റെ അപേക്ഷയാണ്. ഇത് മുന്നോട്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു ആശ. അപ്പം കൊറോണ പോസിറ്റീവായ ഒരു ഫാമിലി, ഒരു കുടുംബത്തിന്റെ മുഴുവൻ അംഗങ്ങളും, ചെറിയ കുട്ടി മുതൽ 6 മാസം പ്രായമായ കുട്ടി മുതൽ ആ വീട്ടിലെ ഗ്രാൻഡ് മദർ വരെയുള്ള മുഴുവൻ ആൾക്കാർക്കും കൊറോണ പോസിറ്റീവായ ഒരു പെൺകുട്ടിയാണ് ഇപ്പൊ സംസാരിച്ചത്. മാജിക്കൽ ട്രാൻസ്ഫോർമേഷൻ അവിടെ ആ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായി നേരിട്ട് അറിവുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ആശ കൈ കൊടുത്തത്. ഞാൻ അപ്പോൾ നമുക്ക് റോബിൻജി, can we move to the program? Yeah. Okay. You can start. അപ്പം very good morning to one and all.
today we are at the 21st day, the last day of culmination day of our wonderful program, Yoga Darshan. Now today, this is a international webinar ആയിട്ടാണ് സംഘടിപ്പിക്കുന്നത്. അതിനകത്ത് we have tied up with the Department of Lifelong Learning and Extension of Mahatma Gandhi University also. Unfortunately, the HOD of the department is unable to attend the program because she has some health issues in the early morning, area based, so she may not be joining us. She has indicated me to transfer her good wishes for the program. Okay, let us start the program with a silent prayer. Okay. മറ്റുള്ള എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓക്കെ. ഒന്ന് ശ്രദ്ധിക്കാമോ? ഓക്കെ ശ്രീകുമാർജി. ശ്രീകുമാർജി. കേൾക്കാമോ? Yes, proceed. Okay. So very good morning to one and all. We are on the penultimate day of our Yoga Darshan program for the last 21 days organized by 4am Club Global. And today's program is jointly organized with the support of the Department of Lifelong Learning and Extension of Mahatma Gandhi University. I express my sincere thanks and gratitude to our beloved Vice Chancellor of this great university who has made the university to move to a new benchmark and creating new niche academic overridings, new trading, untrending into innovative areas like nanoscience and nanotechnology. And also we are expecting Dr. Anisha Holiday from America, who is passionate in, basically she and her husband are radio oncologists. Incidentally, they have they took the cue from Indian Ayurvedic system as well as from in yoga almost 2 decades back. They came to India, studied Ayurveda and yoga, and also they are now preaching this great philosophy across the globe. And I believe that she will be joining shortly. And of course, our mentees, the founder, our beacon of hope, Robinji, as well as the spiritual leader of our group, Mohanji, Dr. Dr. Tom Sevra, who was guiding our Yoga Darshan program. And also I have to mention the name of Ahmad Rashid, who has been very keen to give our technical support for the program. So good morning to one and all, and also the participants. ഞാൻ അനീഷ മാഡം ജോയിൻ ചെയ്തില്ല എന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഞാൻ മലയാളത്തിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുന്നു. ശരിക്കും ഈ മോഹൻജിയുടെ ഒരു മനസ്സിൽ ഉണ്ടായ ഒരു സ്വപ്നമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 4am ക്ലബിന്റെ ഒരു ഗ്രൂപ്പിംഗ്, അവേക്കനിങ് ടുഗദർ, ട്രാൻസ്ഫോമിംഗ് പീപ്പിൾ. ആ ട്രാൻസ്ഫോർമേഷന് ഒരു സ്പോക്കായിട്ട് മാറുവാനായിട്ട് യോഗ ദർശൻ എന്ന് പറയുന്ന പരിപാടി കഴിഞ്ഞു എന്നുള്ളത് ശരിക്കും അഭിമാനപൂർവ്വം ഞാൻ ഈ തരുണത്തിൽ ഓർക്കുകയാണ്. ഇത് വെൻ വി വർ പ്ലാനിങ് ദ പ്രോഗ്രാം, ഇത് എവിടം വരെ എത്തുമെന്നുള്ളതിനെ കുറിച്ച് ഒരുപക്ഷെ എനിക്കും ഡോക്ടർ ടോം സെബ്ര സാറിനും അതേപോലെ ബാക്കിയുള്ളവർക്കും ഒരു അപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു. ഹൗ പീപ്പിൾ വിൽ ടേക്ക്, ബിക്കോസ് ദർ ആർ പ്ലന്റി. എല്ലായിടത്തും എവിടെ നോക്കിക്കഴിഞ്ഞാലും ഓൺലൈൻ ക്ലാസ്സുകളും എല്ലാം ഉണ്ട്. പക്ഷെ അതെങ്ങനെ, ഹൗ ഇറ്റ് ഇസ് ഹാപ്പനിങ്, ഹൗ ഇറ്റ് വിൽ ടേക്ക്, ഹൗ പീപ്പിൾ വിൽ ടേക്ക് ഇറ്റ് എന്നുള്ള ഒരു അപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഹബ് ആൻഡ് സ്പോക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. ന്യൂ കൺസെപ്റ്റ് ആണ്. അതിനകത്ത് വേരിയസ് സ്പോക്സ് ഉണ്ടാക്കി, ജസ്റ്റ് ലൈക്ക് ആൻ ഇൻക്യുബേഷൻ സെന്റർ പോലെ തന്നെ, there are multiple areas by which we can
ടുഗദർ. അപ്പം അത് ആ ഒരു പോസിബിലിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തത്. ആൻഡ് ആസ് ഐ മെൻഷൻ earlier, we are creating a history, we are creating a revolution by going through untreaded path. ഇതുവരെ മറ്റാൾക്കാർ സഞ്ചരിക്കാത്ത പാതയിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യോഗദർശൻ പ്രോഗ്രാം പോയത്. ബ്രേക്കിംഗ് ഓൾ ദ ബാരിയേഴ്സ്, ബ്രേക്കിംഗ് ഓൾ ദ ബൗണ്ടറീസ്, ട്രാൻസ്ലേറ്റിംഗ് ദ ബൗണ്ടറീസ്, ദാറ്റ് വിൽ ബി ദ അപ്രോപ്രിയേറ്റ് വേർഡ്. അപ്പൊ അത് നമ്മൾ we are trying to showcase the great philosophy which was almost 12,000 years old. Even വേദിക് ടൈംസിനും മുമ്പുള്ള ഉള്ള കോൺസെപ്റ്റുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം, മോഡേൺ സയൻസ് എന്ന് പറയാം, മോഡേൺ സയൻസ് കണ്ടെത്തുന്ന ഇറ്റ് ഈസ് എ ഡിസ്കവറി, റാദർ ഇറ്റ് ഈസ് നോട്ട് എൻ ഇൻവെൻഷൻ, ബട്ട് പീപ്പിൾ ക്ലെയിം ദാറ്റ് ദർ ഈസ് എൻ ഇൻവെൻഷൻ. ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്, ആസ്പെക്ട് ഓൾ ടുഗദർ. എനിവേ, വളരെ സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഈ പ്രോഗ്രാം ഇത്രയും സക്സസ്ഫുൾ ആക്കിയതിന്. ഇതിന് ഔപചാരികമായ ചടങ്ങില് ഈ വന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദിയും അവരെ നിങ്ങളുടെ സാമീപ്യവും നിങ്ങളുടെ ഈ ഒരു സ്നേഹ വായ്പ തുടർന്നും ഉണ്ടാവണമെന്ന് ഒരു അഭ്യർത്ഥനയോടെയും നമ്മൾ തുടർന്ന് ഈ പരിപാടി കൊണ്ടുപോകുന്നുള്ള ഉറപ്പും നൽകിക്കൊണ്ട് അതിന്റെ പാക്കേജിനെ കുറിച്ചുള്ള കാര്യം അവസാന ഭാഗത്തേക്ക് പറയാമെന്ന സൂചന നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രകാശ ഗോപുരമായ സിനിമയുടെ എല്ലാ സമസ്ത മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് കഴിവ് തെളിയിച്ചിട്ടുള്ള, അത് ശരിക്കും പറഞ്ഞാല് നമ്മള് ഈ യോഗയുടെ ഒരു ക്യൂവിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഐ മൈസെൽഫ് ഹാവ് ടോൾഡ് ദാറ്റ് യോഗയുടെ ഡെഫിനേഷൻ ഈസ് അലഭ്യസ്യ ലാഭോ യോഗ എന്ന് സൂചിപ്പിച്ചിരുന്നു. ലഭ്യമല്ലാത്തതിനെ ലഭ്യമാക്കുന്നതാണ് യോഗ എന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പം തന്റെ ജീവിതചര്യ പഠനകാലത്ത് ഉണ്ടായിരുന്ന ഒരു സ്വപ്നം, അന്ന് ലക്ഷ്യപ്രാപ്തി എത്തുമോ എന്നറിയാൻ വയ്യാത്ത സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുവാനായിട്ട് ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞ ഒരു വ്യക്തിത്വമാണ് റോബിൻജി. അപ്പം അത് വളരെ താതാത്മ്യം പ്രാപിച്ചു പോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ നമ്മുടെ ഇതിന്റെ പ്രസിഡൻഷ്യൽ റിമാർക്സിനായിട്ട് സാധനം ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച് ശ്രീമാർജി. കേൾക്കാമല്ലോ? ഓഡിയോ ക്ലിയർ അല്ലേ? ഓഡിബിൾ. ഓക്കെ. എനിക്കുള്ള സന്തോഷം എത്രയെന്ന് ശ്രീമാർജിക്ക് അറിയാം. നമ്മളെ അടുത്തറിയുന്ന ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാവർക്കും അത് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആ സന്തോഷം തീർച്ചയായിട്ടും എല്ലാവരുമായിട്ട് പങ്കുവെക്കുന്നു. ഫോറൈൻ ക്ലബ്ബ് ഒരു ചിന്തയായിരുന്നു ഒരു സമയത്ത്. ആ ചിന്ത പിന്നീട് ഒരു ചെറിയ വാതിലായി. ആ വാതിൽക്കൽ എല്ലാ ദിവസവും വന്ന് ശബ്ദമുണ്ടാക്കുന്ന കിളികളായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, ഇപ്പൊ ഈ നമ്മുടെ യോഗാ ദർശനിൽ പങ്കെടുക്കുന്ന ആളുകൾ അടക്കമുള്ള ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകൾ വ്യത്യസ്ത തരത്തിൽ പാട്ട് പാടുന്ന കിളികൾ വന്ന് ആ വാതായനങ്ങളിൽ വന്ന് നമ്മളെല്ലാം പരസ്പരം വിളിച്ചുണർത്തുകയും സംഗീത സാന്ദ്രമാക്കുകയും ചെയ്യുന്ന മന്ത്രമധുരമാക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഇത് ഒരു നമ്മള് ഫോറൈൻ ക്ലബ്ബ് ഒരു വീടാണെങ്കിൽ ആ വീടിന്റെ വാതിൽക്കലെത്തി ആ വീടിനുള്ളിലെ പ്രാണവായുവായി ഇന്ന് യോഗാ ദർശൻ മാറിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെടാനും ഇങ്ങനെ ഒരു പ്രോഗ്രാം പ്രാവർത്തികമാക്കാനും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനുമുള്ള പ്രവർത്തനങ്ങളുടെ മുഴുവൻ ക്രെഡിറ്റും എനിക്ക് തോന്നുന്നത് എറണാകുളം ചാപ്റ്ററിലെ ഫോറൈൻ ക്ലബിന്റെ എറണാകുളം ചാപ്റ്ററിനുള്ളതാണ്. പ്രത്യേകിച്ച് ആ ചാപ്റ്ററിലെ പ്രധാന പ്രവർത്തകരിൽ ഒരാളായ ശ്രീ ജി ശ്രീകുമാർജിക്കുള്ളതാണ്. കാരണം അദ്ദേഹം മുന്നിട്ടിറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു യോഗാ പദ്ധതി ഒരു ആമുഖം എന്ന നിലയ്ക്ക്, ആമുഖം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, അത് പ്രൗഢഗംഭീരം സമ്പന്നമായ ആശയങ്ങൾ കൊണ്ട്. കാര്യം യോഗ പോലുള്ള ഒരു വലിയ ഒരു സമുദ്രത്തെ സമീപിക്കുമ്പോൾ ആ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളത്തിന് പോലും ഇത്രയും അർത്ഥതലങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിൽ അതിന്റെ ആമുഖം പ്രഭാഷണം നടത്തുകയും അതിനെക്കുറിച്ച് സമഗ്രമായിട്ട് പ്രതിപാദിക്കുകയും ഒരു വലിയ യാത്രയാണ് ഈ 21 ദിവസം ശ്രീകുമാർജി നടത്തിയത്. ഓഫ്കോഴ്സ് തീർച്ചയായിട്ടും അതിന് പിന്നാലെ ശ്രീ ടോം സാറിന്റെ ആ യോഗ പദ്ധതി അത് പ്രായോഗിക തലത്തിലുള്ള അതിനേക്കാൾ ഏറെ
ഒരു വലിയ ഒരു പ്രായോഗിക ട്രാവലിംഗ് ആയിരുന്നു. എനിക്ക് എല്ലാ പ്രോഗ്രാമിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതൊരു കുറവായിട്ട് ഒരു എന്താ പറയാ, ഒരു അപര്യാപ്തതയായിട്ട് എനിക്ക് സ്വയം അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും ഒരു പദ്ധതി വിജയിക്കുന്നതാണല്ലോ അതിന്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ഈ അവസരത്തില് ശ്രീകുമാർജിയും ടോം സാറിനെയും അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണ്. കാര്യം അത് ഒട്ടും കുറവല്ല ഞാൻ തരുന്ന അഭിനന്ദനം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു ചിന്തയോ ഫോറൈൻ ക്ലബ്ബ് ഒരു ചിന്തയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ചിന്തയിൽ നിന്നും ഇതൊരു വലിയ ഇത്തരത്തിലുള്ള കർമ്മ പദ്ധതികളിലേക്ക് വഴിമാറി ആ വഴിയിലൂടെ വഴിതെളിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ മുന്നിൽ നിന്ന വഴിവിളക്കായി നിന്ന ആചാര്യൻ മോഹൻജിയാണ്. മോഹൻജി നിങ്ങൾക്ക് അറിയാം, ലോകം മുഴുവൻ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സ്പിരിച്വൽ ലീഡറാണ് അദ്ദേഹം. എല്ലാ അർത്ഥത്തിലും ഒരു ലീഡറാണ് അദ്ദേഹം. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അടയാളത്തിന്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. മാനവികതയാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മെന്ററുടെ, ഒരു മാർഗദർശിയുടെ സഹായം ഫോറൈൻ ക്ലബിനെ പോലുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിലേക്ക് നമ്മളെ ഇന്ന് നയിക്കാൻ ഉപയുക്തമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. മോൻജിയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന വാക്ക് ഫോറൈൻ ക്ലബിന്റെ അടിസ്ഥാന രേഖയായി കൊണ്ടുവന്നത്. എന്താണ് ഫോറൈൻ ക്ലബ് എന്ന് ചോദിച്ചാൽ, എന്തിനാണ് ഫോറൈൻ ക്ലബ് എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഒറ്റ ഉത്തരമാണ് ട്രാൻസ്ഫോർമേഷൻ. സാമ്പത്തികവും സാമൂഹികവും മാനസികവും സാംസ്കാരികവും ശാരീരികവുമായ എല്ലാ തരത്തിലുമുള്ള ട്രാൻസ്ഫോർമേഷൻ. അതിൽ ശാരീരികമായ ഒരു ട്രാൻസ്ഫോർമേഷൻ, മാനസികമായ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഈ യോഗ പദ്ധതിയിലൂടെ ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതിന് തെളിവാണ് ഇന്ന് നമ്മോടൊപ്പം ഇരിക്കുന്ന ഈ 200ഓളം ആളുകൾ ഈ സമയത്ത്, ഈ രാവിലെ. കോട്ടയം ക്ലബിലെ ശ്രീ VRB നായർ, VRB സാറാണ് ശരിക്കും യോഗ തുടങ്ങി വെച്ചത് ക്ലബില്. അത് വിജയകരമായി എനിക്ക് തോന്നുന്നു 60ഓളം ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി ആളുകൾ പങ്കെടുക്കുന്ന കോട്ടയം ക്ലബ്ബ് ഏറ്റവും വലിയ ക്ലബ്ബുകളിലൊന്നാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ തുടർന്നാണ് അതൊക്കെ നമുക്ക് വലിയ പ്രോത്സാഹനമായിരുന്നു അത്തരം നീക്കങ്ങളെല്ലാം. അപ്പം ശ്രീകുമാർജിയുടെ നേതൃത്വത്തിലുള്ള, ടോം സാറിന്റെ നേതൃത്വത്തിലുള്ള ഈ യോഗാദർശൻ ഈ പ്രോഗ്രാം 21 ദിവസം യോഗയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് 21 എണ്ണം ആമുഖമായി പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ തലത്തിലേക്ക് അതിനെ ഉയർത്തിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് വലിയ ശ്ലാഘനീയമായ ഒരു മൂവ്മെന്റ് ആണ്. അങ്ങനെ തന്നെ ഈ പ്രോഗ്രാമിനെ അത് വ്യത്യസ്തമാക്കുകയും ചെയ്തു. ഇനി ഒരുപക്ഷെ നമ്മൾ കുളിക്കാൻ പോകുന്നത് ആ കടലിലെ യോഗ എന്ന വലിയ സമുദ്രത്തിലെ ഒരു കൈക്കുമ്പിൾ ആയിരിക്കാം ഇനി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അത് ആ കൈക്കുമ്പിൾ പകർന്ന് അത് കൊച്ചു സമുദ്രങ്ങളും മഹാസമുദ്രങ്ങളൊക്കെ ആയിട്ട് മാറും. അത് സൃഷ്ടിക്കപ്പെടേണ്ടത് നമ്മുടെ എല്ലാം ഉള്ളിലാണ്. യോഗ മാർഗം ഒരു മാർഗമായി നമ്മുടെ ഉള്ളിലേക്ക് വരട്ടെ. അത്തരം മാർഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ട കുറച്ചു പേര് ഇവിടെ സംസാരിച്ചു. ഒരു രോഗി ആയ, കൊറോണയുടെ പിടിയിലായ ഒരാൾക്ക് അതിൽ നിന്നും ഒരു വിടുതൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ ആശാചന്ദ്രൻ സംസാരിച്ചത്. ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഏറെ സന്തോഷകരമായ ഒരു നിമിഷം സമ്മാനിക്കുന്നത്. അവർക്ക് അങ്ങനെ ഒരു പരിവർത്തനത്തിന്, അവർക്കൊരു ആശ്വാസമായിട്ട് അത് ഫോറൈൻ ക്ലബിന്റെ യോഗാദർശൻ മാറി എന്ന് പറയുന്നതിനേക്കാൾ വലിയ സന്തോഷം എന്താണ് ഇനി വേറെ വേണ്ടത്? യോഗികളായി മാറുന്ന നിരവധി മനുഷ്യരെ കാണുന്നത്, നമുക്ക് മുന്നിലിരിക്കുന്ന യോഗികളായി മാറിക്കൊണ്ടിരിക്കുന്ന, ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ കാണുന്നതും ഏറെ സന്തോഷകരമാണ്. രഞ്ജിനി പ്രദീപിന്റെ ചോദ്യം ഉണ്ടായിരുന്നു, ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതിന്റെ മുന്നോട്ടുള്ള അപ്പർ ലെവലിലേക്ക് പ്രവർത്തനങ്ങൾ തുടരണമെന്ന് പറഞ്ഞിരുന്നു. ആ കർമ്മ പദ്ധതി ശ്രീകുമാർജിയുടെ നേതൃത്വത്തിലാണ്. ശ്രീകുമാർജി എല്ലാ അർത്ഥത്തിലും ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുത്തുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് യാതൊരു സംശയവുമില്ല. മാത്രമല്ല ശ്രീകുമാർജി ഫോറൈൻ ക്ലബിന്റെ ഒഫീഷ്യൽ PRO നോക്കുന്ന ആൾ കൂടിയാണ്, PRO കൂടിയാണ് അദ്ദേഹം. നിരവധി വർഷങ്ങൾ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന നിലയ്ക്ക് യൂണിവേഴ്സിറ്റി തലത്തില് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നിർവഹിച്ച ഒരാളായത് കൊണ്ട് തന്നെ മറ്റൊരാളെയും അതിന്റെ ഒരു മുഖമുദ്രയായിട്ട് നമ്മളുടെ വാക്കുകൾ ലോകത്തിനെ അറിയിക്കാനുള്ള ഒരാളെന്ന നിലയ്ക്ക് ശ്രീകുമാർജിക്കാൻ വലിയൊരാള് മറ്റൊരാളില്ല. അപ്പൊ ശ്രീകുമാർജി ആ കർമ്മ പദ്ധതി രഞ്ജിനി പ്രദീപിന്റെ അഭ്യർത്ഥനയൊക്കെ കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ യോഗാ പദ്ധതിയായിട്ട് ഫോറൈൻ ക്ലബ് യോഗാദർശനം മാറ്റുക എന്നതാണ് ഇപ്പോൾ മനസ്സിലുള്ള ഉദ്ദേശം. അങ്ങനെ ഒരു വലിയ കർമ്മ പദ്ധതിയായിട്ട്, കാരണം എനിക്കതിൽ യാതൊരു സംശയവുമില്ല. അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കോ സംശയം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ചിന്ത പോലും
ഫോറിൻ ക്ലബ് എന്ന് പറഞ്ഞ ചിന്ത പോലും അങ്ങനെ ആയിരുന്നല്ലോ ഒരിക്കൽ. അപ്പം മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന വാക്കിന്റെ അർത്ഥം എല്ലാ അർത്ഥത്തിലും ഫോറിൻ ക്ലബിൽ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പഠന പദ്ധതിയായി യോഗ കർമ്മ പദ്ധതിയായിട്ട് ഇതിനെ മാറ്റണം. അതിനുള്ള എല്ലാ പ്രാർത്ഥനയും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇന്നത്തെ ആ ദിവസം, ഇന്നത്തെ ഈ ഒരു ദിവസം അത് വലിയൊരു അർത്ഥമുള്ള ഒരു ദിവസം കൂടിയാണ്, അതിന് പറ്റിയ ദിവസം കൂടിയാണ്. തുടർന്ന് ഇനിയും ഈ യോഗ പദ്ധതി പോലെ കർമ്മ പദ്ധതികൾ ഫോറിൻ ക്ലബിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ധാരാളം വരുന്നുണ്ട്. സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു പഠന പദ്ധതി. കാര്യം എന്റെ പ്രിയപ്പെട്ട എന്റെ അമ്മാവിന്റെ മകൻ കൂടിയായിട്ടുള്ള തിരുവനന്തപുരം സ്വാതിരുന്നാൾ സംഗീത കോളേജിന്റെ സംഗീതത്തിന്റെ ഹെഡായിട്ടുള്ള ശ്രീ VT സുനിൽ, അദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംഗീത നിഘണ്ടു എഴുതിയത്. അപ്പൊ ഞാൻ സുനിലുമായിട്ട്, അദ്ദേഹം നിരവധി കോളേജുകളിൽ നിന്ന്, നിരവധി യൂണിവേഴ്സിറ്റിയിൽ ഫാക്കൽറ്റിയാണ് അദ്ദേഹം. അപ്പൊ ആ രംഗത്തൊരു വലിയ ഒരു അധ്യാപകനാണ്. നൂറുകണക്കിന് വലിയ സംഗീത പ്രതിഭകളുടെ അധ്യാപകനാണത്. അപ്പൊ ഈ കർമ്മ പദ്ധതി പോലെ ഒരു സംഗീത കർമ്മ പദ്ധതി നമ്മൾ തുടങ്ങാനുള്ള ആലോചനയുണ്ട്, അതിന് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഭിനയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതി ആക്ലാബ് എന്ന് പറഞ്ഞ വലിയൊരു പ്രസ്ഥാനമുണ്ട്. ആക്ലാബിന്റെ അമരക്കാരൻ ശ്രീ സജീവ് നമ്പ്യത്താണ്. സജീവ് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു അഭിനയ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അദ്ദേഹം പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റിയാണ്. അപ്പൊ സജീവുമായിട്ട് ആക്ലാബുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ ആക്ടിങ് സംബന്ധമായിട്ടുള്ള ഒരു വലിയ പഠന ക്ലബ്ബ്, പഠന രീതി ആരംഭിക്കാൻ, ഇതേപോലെ തന്നെ ഓൺലൈനിൽ ആരംഭിക്കാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. സിനിമാ രംഗത്തെ ടെക്നീഷ്യന്മാരും അല്ലാത്തവരും ഒക്കെ അതിന്റെ ഭാഗമാവുന്നത് സപ്പോർട്ട് ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ സമഗ്രമായി സമസ്ത മേഖലകളിലും കടന്നു ചെല്ലാവുന്ന മനുഷ്യന് ട്രാൻസ്ഫോർമേഷന് സഹായിക്കാൻ കഴിയുന്ന ഏതൊക്കെ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുമോ ആ മേഖലയിലൂടെ ഒക്കെ കടന്നു ചെല്ലാനാണ് ഫോറിൻ ക്ലബ്ബ് ആലോചിക്കുന്നത്. അതിനുവേണ്ടി ടെക്നോളജി കൊണ്ടുവരാനും വേണ്ടി ആലോചിക്കുന്നു. മികച്ച സ്റ്റുഡിയോ റൂം സജ്ജമാക്കിക്കൊണ്ട് ഫോറിൻ ക്ലബിനെ വലിയ രീതിയിൽ കൊണ്ടുപോകാനും, ഫോറിൻ ക്ലബിന് ഒരു ന്യൂസ് ചാനൽ നമ്മുടെ പദ്ധതിയിലുണ്ട്. അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ട് വാർത്തകൾ കൃത്യമായി നമ്മളുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ വാർത്തകൾ സത്യസന്ധമായി ആശങ്കകൾക്കിടയുമില്ലാതെ വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ മാത്രം, കഥകളും അത് ഇൻസ്പിറേഷണൽ സ്റ്റോറീസും ഒക്കെ എത്തിക്കാൻ പാകത്തിനുള്ള ഫോറിൻ ക്ലബ് ന്യൂസ് ചാനൽ ആരംഭിക്കാനുള്ള പദ്ധതിയും അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം പിൻബലം എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അംഗങ്ങളുടെ സ്നേഹവും അവരുടെ എന്താ പറയുക സപ്പോർട്ടുമാണ്. ഒപ്പം മോഹൻജിയെ പോലുള്ള ആരാധനായിട്ടുള്ള മോഹൻജിയെ പോലുള്ള ഗുരുക്കന്മാരുടെ അനുഗ്രഹവുമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. മോഹൻജിയെ കേട്ടുകൊണ്ടിരിക്കാൻ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്. മോഹൻജി ഇന്ന് ഒരു മെഡിറ്റേഷൻ, ഒരു ചെറിയ വളരെ ഒരു ചുരുങ്ങിയ സമയത്തുള്ള ഒരു മെഡിറ്റേഷൻ തരണമെന്ന് മോഹൻജിയോട് അഭ്യർത്ഥിച്ചപ്പോൾ ഈ ഒരു വളരെ ഷോർട്ട് ടൈം ഒരു നോട്ടീസ് കൊടുത്തിട്ട് പോലും അദ്ദേഹം അത് പെട്ടെന്ന് തയ്യാറായി. അത് ഇന്നലെ രാത്രിയാണ് മോഹൻജിയോട് ഈ വിവരം അറിയിക്കുന്നത്. മറ്റെല്ലാ തിരക്കുകളും ഇന്ന് അദ്ദേഹത്തിന് സൗത്ത് ആഫ്രിക്കൻ ടെലിവിഷനാണ് ബോസ്നിയ, അതൊരു വലിയൊരു പ്രോഗ്രാം ഉണ്ട്. അത് പറഞ്ഞത് ഫോറിൻ ക്ലബിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അത് വൈകുന്നേരമായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് മാറ്റിവെച്ചു. അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ ടോക്ക് ഉണ്ട്. വാൾമാർട്ടിന്റെ ഉടമസ്ഥർ നയിക്കുന്ന വേൾഡ് വൈഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമില് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടോക്ക് നടത്തുന്ന, ഒരുപക്ഷെ ലോകത്തുനിന്ന് വേറെ ആരും ഒരു സ്പിരിച്വൽ ഗുരു എന്ന നിലയ്ക്ക് ക്ഷണിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ സൗത്ത് ആഫ്രിക്കൻ ടെലിവിഷനിൽ അദ്ദേഹത്തിന്റെ ടോക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ തരത്തിലൊക്കെ ഉള്ള ഒരു വലിയ വ്യക്തിത്വത്തെ നമുക്ക് നമ്മുടെ സാന്നിധ്യമായിട്ട് കിട്ടുന്നതിനേക്കാൾ വലിയ പരമ പുണ്യം മറ്റൊന്നില്ല. അതോടൊപ്പം നമ്മൾ ഈ യോഗാദർശൻ പരിപാടിയുടെ മുൻപ് ഇത്തരം പരിപാടികളൊക്കെ ആരംഭിക്കുമ്പോൾ നമ്മൾ ചേർന്ന് നിന്നിരുന്നത് വലിയ ഒരു ആലയത്തോടൊപ്പമായിരുന്നു, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയോട്. ആ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സാബു സാറിന്റെ ഒരു സാന്നിധ്യമുണ്ട്. അന്ന് സാബു സാറിന്റെ ദർശനങ്ങള്, സാബു സാറിനെ പോലെയുള്ള ഒരു സയന്റിസ്റ്റ്, ഒരു ശാസ്ത്രീയ വീക്ഷണമുള്ള ഒരാള്, അദ്ദേഹത്തിന്റെ ഒരു വലിയ ഒരു ദർശനവും അനുഗ്രഹവും നമുക്ക് വലിയ പിൻബലമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ ആളുകളെയും, ശ്രീകുമാർജിയെയും ഇതുമായി ബന്ധപ്പെട്ട ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും, ഹാഷിറിനെയും മുസ്തഫയെയും അതിന് മുഴുവൻ സഹായങ്ങൾ നൽകുന്ന എല്ലാ മനുഷ്യന്മാരെയും പ്രത്യേകം ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ കൂടി സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ ശ്രീകുമാർജിയിലേക്ക് പോകുന്നു. നന്ദി, നമസ്തേ. താങ്ക് യു റോബിൻജി. നമുക്ക് നമ്മുടെ വൈസ് ചാൻസലർക്ക് ഒരു 3 ദിവസത്തെ ഇന്റർനാഷണൽ കോൺഫറൻസ് ഇത് ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്.
നമ്മുടെ അന്താരാഷ്ട്ര യോഗാ ദിനത്തോട് അനുബന്ധിച്ച് നടന്ന പ്രോഗ്രാമിലും നമ്മുടെ സാബു സാറിന്റെ പ്രസൻസ് അനുഗ്രഹം നമുക്കുണ്ടായിരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത യോഗ ദർശനത്തിൽ നമ്മൾ ഇടയ്ക്ക് കണ്ടിട്ടുള്ള ഒരു ആപ്തവാക്യമുണ്ട്, യോഗ കർമ്മസു കൗശലം. അതിന് ഒരു ഉദാഹരണം കാണിക്കണമെങ്കിൽ സാബു സാറിനെ നോക്കിയാൽ മതി. തന്റെ കർമ്മം കൊണ്ട് അത് കൃത്യതയോടുകൂടി, ബീയിങ് ഇൻ ദ പ്രസന്റ്, എക്സെപ്ഷണൽ ക്ലാരിറ്റി ഓഫ് മൈൻഡോടുകൂടി സെറ്റിംഗ് ന്യൂ ബെഞ്ച് മാർക്സ് ഇൻ ഹിസ് റം ഓഫ് ആക്ടിവിറ്റീസ്. അത് അവിടെ കൊണ്ട് തീരുന്നില്ല. ആൻഡ് ഇൻ ടു ദ ഇറ്റ് ഈസ് ടേക്കിംഗ് ഫോറേസ് ഇൻ ടു ദ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് ദ യൂണിവേഴ്സിറ്റി. അദ്ദേഹത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി. ഈ മേഖലയില് പോളിമർ സയൻസില് ലോക ശാസ്ത്രജ്ഞനെ എടുത്തു കഴിഞ്ഞാൽ he comes in the second position. ഫസ്റ്റ് അത് അങ്ങനെ നിൽക്കണം. ഏതുതരം അക്കാഡമിക് റമ്മിലുള്ള ഏതുതരം എച്ച് ഇൻഡെക്സ് ആവട്ടെ, ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് PhDs ആവട്ടെ, ഏത് കൗണ്ട് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് സാബു സാർ ഹീസ് ഇൻ ദ നമ്പർ 1 പൊസിഷൻ. അപ്പം അദ്ദേഹത്തിന്റെ ഞാൻ നമ്മളൊരു കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞപ്പോ ഒരു ഉദാഹരണത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ടെക്നോളജിയെ വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഞാൻ ഉപയോഗിച്ചൊരു ഇതാണ്, ഹിരൺമയേന പാത്രേണ സത്യസ്യ അഭിഹിതം മുഖം സത്യം പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയെ എന്നൊരു വേഴ്സ് നമ്മൾ ഉപയോഗിച്ചിരുന്നു. അവിടെ സത്യത്തിന്റെ മുഖം സ്വർണവർണ്ണമായ തളിയെ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. അത് യഥാർത്ഥ വർണ്ണം അറിയണമെങ്കിൽ വി ഹാവ് ടു ഓപ്പൺ ദ ലിഡ്. ആ സ്വർണ്ണത്തളിക തുറന്നേ പറ്റൂ. എന്റെ ഷർട്ടിന്റെ നിറം കറുപ്പല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. പക്ഷേ നാനോ സയൻസിന്റെ ഉസ്താദായിട്ടുള്ള സാബു സാറിന് അല്ലെ ഫിസിക്സിന്റെ ഉസ്താദുമാർ പറയും അത് ശരിയാണ്, ഇത് ബ്ലാക്ക് അല്ല. ഓൾ അതർ കളേഴ്സ് എക്സെപ്റ്റിംഗ് ദിസ് ഇസ് റിക്വയർഡ് ബൈ ദ ഈ ഇന്നേനായിട്ട് അകത്ത് ഉള്ളിൽ ഒതുക്കിപ്പെട്ടിരിക്കുകയാണ്. അപ്പം അതാണ് നാനോ സയൻസിന്റെ ഒരു പ്രത്യേകത. അതാണ് ഇറ്റ് ഈസ് റീച്ചിങ് ഇൻ ടു ദ നാം കാണാൻ വയ്യാത്ത അഗോചരമായ കാര്യങ്ങളിലേക്ക് കടന്നെത്തുകയാണ് നാനോ സയൻസ് ചെയ്യുന്നത്. ഏതായാലും ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞനാകാൻ സാധ്യത മഹാത്മാഗാന്ധി സർവകലാശാലയുടെ പ്രിയങ്കരനായിട്ടുള്ള വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ സാബു തോമസ് സാറിനെ ഉദ്ഘാടന പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. Morning, sir. Sri Robin Tirumala, founder of 4am Club. The keynote speaker, Pooja Mohanji International Foundation. Anisha Holade from United States. My colleague, Dr. Manjusha, she must be joining. Sri Kumar, our former PRO of the university and activist, a kind invitation. I'm extremely thankful to the kind invitation of Sri Kumar and all my good friends. Best wishes to 4am Club. Best wishes to Department of Lifelong Learning and Extension of Mahatma Gandhi University. എനിക്ക് വളരെ സന്തോഷമുണ്ട്. You are all having 21 days of transformation. നല്ലൊരു വർക്ക്ഷോപ്പാണ് ഓർഗനൈസ് ചെയ്യുന്നത്. Transforming lots of people. And I'm glad to listen to the views of many people, how this program could transform them. I'm really fascinated by your activities. And you have a large number of participants across the globe. As Sri Kumar indicated, I'm running an international conference for the last 3 days. Yesterday, I came back around 12:30 after the conference because we have a lot of participants all over the world. So we start early morning the conference, to catch up with the time frame. The 4am Club actually gave me a lot of vibrance. And I could get up early morning today because the last meeting I could attend, and you are doing a wonderful thing. I'm very happy to be part of it. As we all know, Yoga Darshan is one of the 6 darshans.
It's actually the way of viewing the world according to Hindu philosophy. We all know that Patanjali codified the yoga point of view. And the goal of our life is actually union with the ultimate reality. Yoga has different components, the physical components, the mental components, and the spiritual components. And in real yoga, you can have the breath control exercises. You have simple meditation, adoption of specific body postures. I've been practicing yoga for the last 15 years. I remember I learned yoga in 2004 or 5. Yes, we had a yoga teacher sent from Delhi by University Lands Commission, and many people actually learn yoga. And still, our university is actually continuing this program. Lots of people attend our courses. As you all know, if you look at the physical benefit of yoga, you have improved body flexibility. Very many people talked about that. You get a strong heart, improved digestion, abdominal strength, weight control. You are filled with a lot of positive energy, and your immune system become very strong. I could really, listen to the views of the person who was, the whole family was infected with the coronavirus. So your immune system become very strong. Additionally, you have a lot of stress relief, control of emotions, intellectual enhancement. These are the mental benefits of yoga. And if you look at the spiritual benefits, you have a good understanding, the meaning of life. The purpose of life become very clear. Similarly, your mind is filled with peace and tranquility, extremely important, and contentment. You have a lot of satisfaction. So yoga has lots of benefits. Wherever I travel, I also give yoga lessons. I travel quite a lot. Right now, we interact on online. But in the past, wherever I travel, at the end of the program, I always give a yoga lesson. I remember the last yoga lesson I gave was in Siberia, because we have a cooperation with the Siberian Federal University. When I stayed there 2 weeks, at the end of the day, the last day, I gave a yoga lesson to the university faculty and students. So it's our duty to propagate the philosophy. And this 4 AM club should be transformed into a very vibrant school and should have linkage with all over the world. And we should transform millions of Indian people, especially youngsters, into dignified citizens, global citizens. That could be the motive of the 4 AM club. We all know that demographers will say India has a great demographic dividend because India has lots of young people. And I'm sure that this 4 AM club could transform them, all of them, into dignified, responsible, global citizens. I think that should be the main idea of this 4 AM club. And I wish all the best. With all your permission, I declare that the 21 days, that the culmination day has been inaugurated. And I wish you all the best. And I'll be very pleased to associate with you all your activities. Best wishes to Mohanji. Best wishes to Sri Kumar. Sri Kumar is doing a wonderful coordination. And best wishes to all other good friends. Thank you so much and all the best. Thank you, Sabu sir. Thank you for your kind words as well as your inspiration to all the participants of this wonderful program. Now we are moving to Puja Mohanji. In fact, Dr. Anisha Holiday has joined. Very warm welcome to Anisha ma'am. We will have a session from Puja Mohanji. How I can introduce Mohanji? I will use a verse. Om Prabhamaya Vidyame Shivadattvaya Thimahim Tattva Mohanji Prajavodayat. Let you be able to inspire us. He is a
coordination of the modern management principles, practices, as well as the Indian traditional knowledge base. He has made it happen excellently within no time. As I said, in the case of Professor Sabdons, being in the present is very, very important. So he's the one spiritual leader who we can pinpoint. We can look forward to get the rays of hope. So welcome, Mohanji, to our midst. Thank you. Thank you so much. Respected Vice Chancellor of Mahatma Gandhi University, Dr. Sabu Thomas sir, our beloved Robin ji, and the anchor of the whole show, Sri Kumar ji, and Dr. Thomas Abraham, who is the master of this Yoga Darshan. And I think 4 AM Club has moved from a club to a movement. I would like to call this a movement now. And it has to be. Actually, probably in March or April, when we discussed with Robin, I told Robin, this will move to become a movement. Means it will start moving further from the original idea of waking up early to something much larger and more influencing the people of the world. And this must. And that's exactly what we are here for. So I'll just brief about my journey in this before 4 AM Club, of course, many, many years before. I used to work in a company. I used to be the head of a company in a country. Mostly I was handling oil tankers, heavy duty job. Job was heavy duty. And especially as the head of the company, the stress was very high. And I had sold most of my time for money, means they pay me for my work. But I used to get up every day at 2:30 AM, take a bath, and I'm ready for meditation in my own way. I was doing it in my own way from 3 AM till 8 AM. That was my time. That time belonged to me. Nobody calls at that time. I'm so totally free. And I don't really have to worry about any activities which I would do in the morning. So I was actually very much involved with my time. And the only thing was, we are all in the world of noises. Noises. We are busy talking, busy thinking, and busy acting. So even a thought is a noise. So my idea or my thought was, what is silence? I was in search of silence. I really wanted to go deeper and deeper into the world of silence. And this was my time, 3 AM to 8 AM. All I did was light a lamp, no pictures, nothing. There's no chanting, no singing, nothing. Just look at the lamp and connect to my spine. My eyes are focused on the lamp, but my concentration was on my spine. I'm explaining this to you now because this is the culmination of 21-day program by Dr. Thomas Abraham. And I'm very happy that it has actually made a difference in everybody's life. All the people who talked in the beginning, they said it's amazing. There is a big change in their lives, which was supposed to happen. That's exactly what I said. It's a movement now. So I decided to do that. And it was very tough in the beginning because mind goes all over. Mind lies scattered. Then you got to bring your mind back to your spine. And it was an exercise for a long time. And then after a while, it automatically started because mind learns to do this by itself. I'm connecting to the light, but I'm inside. And it happens spontaneously. You don't have to do anything for it. And it took almost 6 or 7 years, almost 6 years. Every day, this was my activity. And finally, I could actually know that the world of noises is far away from me. It's away from me. I'm not that. I'm not involved in the world of noises. Whatever sounds are outside, that's outside. I'm inside. So I finally settled down into the world of silence. And then it was, actually, I'm an introvert by nature. Right from my childhood, I've been always an introvert. And it was very difficult for me to go out and speak to people. Even now, I have that dilemma. Whenever Robinji calls me to speak, I always think, oh, should I speak? And also, I was not used to speaking in Malayalam for a long time. So I'm trying to pick up Malayalam and speak. So this dilemma has always been there. Today, I'm talking free because all of you were speaking in English. So I was happy. Then it's not that I hate Malayalam. I really love Malayalam. And I love to read Malayalam. But when you articulate, you got to think the words. This is the only dilemma. Otherwise, it's amazing. I really love, I'm a Malayali. I'm proud of that.
So I settled down, and then for a long time, then it was silence, silence, silence. And that's exactly what then you don't need anything from outside world. Nothing outside disturbs you. You're already inside, and you're so stable inside. And that's a time when the call came that I must speak. And it was such a torture. You can't really violate yourself because you took a long time to settle within, and now you have to speak. That was too much of a violence. But then I was thinking, what will I do with this world now? And few times I decided to leave everything and go to Himalayas, 3 times to be exact. And each time when I went there, somebody sent me back saying that, hey, people are waiting for you, go back. And there was nobody waiting for me at that time. It was such a strange feeling. There wasn't anybody, because my practice was my practice. My performance in the job, in the company was different from it. And everything was aligned at that time. Then I had to come back and speak, which was very, very, very difficult. And initially, when people started coming to me, and I used to write at that time. I used to write a lot, and my writing was really appreciated by a lot of people. And then it started spreading. And now we have in almost 80 countries activity. It is not something I planned. I still don't plan. I just go with the flow. Like Robinji said yesterday, the owner of Walmart and his wife was organizing a program of alchemy, and they invited me. And it is 1 a.m. our time. It's very difficult to wake up at that time. Then again, I have to come at 5 a.m. here. So I somehow recorded a message and sent it to them. They were happy. So somehow I'm managing all this in this way. South African television, of course, was Diwali greeting. So they wanted me to talk about Diwali. So these kind of things happen all spontaneously. But again, as I said, I came back to the world as silence, not as another noise. Earlier, I was with the world as a noise. Then I went back. I became silence. Then I came back to the world as silence. And that's the relevance. So coming to yoga, now I'll try to switch to Malayalam. So yoga darshan, itriyum dosam, എല്ലാവർക്കും ഇത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയത് അത് വലിയൊരു കാര്യമാണ്. അത് ഡോക്ടർ ടോംസ് അബ്രഹാമിന്റെ കഴിവാണ്, സംശയമില്ല. ശ്രീകുമാർജിയുടെ എഫേർട്സും ഉണ്ട്. എല്ലാം ഇതൊരു നല്ലൊരു കോമ്പിനേഷൻ, ഡെഡ്ലി കോമ്പിനേഷൻ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇനിയും സ്പ്രെഡ് ചെയ്യട്ടെ, ഒരുപാട് ആൾക്കാരുടെ അടുത്ത് എത്തട്ടെ. പിന്നെ നമ്മൾ ഈ എലമെന്റ്സ് ഒക്കെ കൂടെ ഡെലിക്കേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. വി ആർ എ ബോഡി ക്രിയേറ്റഡ് ഡെലിക്കേറ്റ്ലി ബൈ കമ്പൈനിങ് ദി എലമെന്റ്സ് ലൈക്ക് എർത്ത്, വാട്ടർ, ഫയർ, air, space, and ether. So we have been delicately combined to become a unit. നമ്മുടെ ഈ ശരീരം തന്നെ എല്ലാം ഇങ്ങനെ ഡെലിക്കേറ്റ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫോം ആക്കിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു അമ്മ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നു. ആ ജന്മം നൽകുമ്പോൾ അമ്മയ്ക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. അതേപോലത്തെ ഒരു ജന്മം അല്ലെങ്കിൽ ഒരു ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അതാണ് നമ്മുടെ നമ്മുടെ പൂർണ്ണമതിച്ച് എന്നൊക്കെ പറയുന്നില്ല. അതൊക്കെ ഇത് തന്നെയാണ്. വെൻ കംപ്ലീഷൻ കംസ് ഔട്ട് ഓഫ് കംപ്ലീഷൻ ഓൺലി റിമെയിൻസ്. അപ്പൊ അത് സ്റ്റേറ്റ് ഓഫ് കംപ്ലീഷൻ തന്നെയാണ് എപ്പോഴും. അപ്പോ ഈ ഒരു ഇതില് നമ്മൾക്ക് ഈ കംപ്ലീഷൻ ഫീൽ ചെയ്യണം. അത് ഫീൽ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മനസ്സ് സ്കാറ്റേർഡ് ആയതുകൊണ്ട്. മനസ്സ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണ്. നമ്മൾ എന്തിനേക്കോ ചേസ് ചെയ്യാണ്. പിന്നെ 2 മെയിൻ പ്രോബ്ലം കമ്പാരിസൺ ആണ്. ഒന്ന് കമ്പാരിസൺ, ഒന്ന് ക്രിറ്റിസിസം, ഒന്ന് കോമ്പറ്റീഷൻ. പിന്നെ ക്രിറ്റിസിസം ഓഫ് കോഴ്സ് ഉണ്ട്. കമ്പാരിസൺ, കോമ്പറ്റീഷൻ, ക്രിറ്റിസിസം, ഈ 3 C നമ്മളെ ഡാമേജിങ് ആണ്. അത് നമ്മളെ ഡിസ്കണക്ട് ചെയ്യിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒരാളോടും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവർക്കും പൂർണ്ണതയുണ്ട്. പൂർണ്ണത ഇല്ലാത്ത ഒരാൾ ലോകത്തില്ല. പിന്നെ അതിൽ നമ്മളിപ്പോ ഞാൻ ഇതിനേലും ബെറ്റർ ആണോ എന്ന് നോക്കുന്നത്, ഇറ്റ്സ് കംപ്ലീറ്റ് അബ്സല്യൂട്ട് നോൺസെൻസിക്കൽ. അതിൽ കാര്യമില്ല. നമ്മൾ നമ്മുടെ പെർഫെക്ഷനിലുണ്ട്, വേറൊരാൾ അവരുടെ പെർഫെക്ഷനിലുണ്ട്. അങ്ങനത്തെ കോമ്പിനേഷനാണ് സൊസൈറ്റി. അതിന്റെ കൂടിച്ചേരലും കൂട്ടായ്മയാണ് ലോകം. ഇങ്ങനെ തന്നെയാണ് ക്രിയേഷൻ നടന്നിട്ടുള്ളത്. അപ്പൊ ഈ കോമ്പിനേഷൻ ഇങ്ങനെ ഉണ്ടാക്കി ഇത് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് സോൾ ഫാക്ടർ വന്നു. ഈ സോള് നമ്മുടെ ഈ വാഷിംഗ് മെഷീനിലെയോ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിലെയോ ഒക്കെ ഇലക്ട്രിസിറ്റി പോലെയാണ്. ആ മെഷീൻസിന് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ. നമ്മുടെ ബോഡിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല സോൾ ഇല്ലെങ്കിൽ. അപ്പൊ യോഗ എന്ന് പറയുന്നത് നമ്മുടെ സോളിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. നമ്മുടെ ഉള്ളിലുള്ള ആക്ച്വൽ ഫാക്ടർ എന്താന്ന് മനസ്സിലാക്കുക. അതാണ് കാര്യം. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു എമൗണ്ട് ഓഫ് സൈലൻസ് വേണം, നിശബ്ദത വേണം. ഈ സൈലൻസ്, എല്ലാ സൗണ്ടും സൈലൻസ് എന്ന് വരുന്നതാണ്. എല്ലാ സൗണ്ടും സൈലൻസിലേക്ക് തിരിച്ചു പോകും. ഈ ഒരു മൂവ്മെന്റാണ് നടക്കുന്നത്. നമ്മളപ്പോ ഈ സൗണ്ടിന്റെ ലോകത്ത് ഉടക്കി കിടന്നിട്ട് നമ്മൾ ഈ സൈലൻസിന്റെ ലോകം മറന്നു. പക്ഷെ മദർ ഓഫ് ഓൾ സൗണ്ട് ഈസ് സൈലൻസ്. എവറിഥിങ് ഹാസ് കം ഫ്രം സൈലൻസ്. Everything goes back to silence. When no noise happens, it's silence.
അപ്പൊ സൈലൻസ് ആണ് നമ്മുടെ ആക്ച്വലി സ്ഥായി ഭാവം. ആ സ്ഥായി ഭാവം അറിഞ്ഞ് അതിൽ കണക്ട് ചെയ്യലാണ് യോഗയുടെ ഉദ്ദേശം. അത് എക്സസൈസ് മാത്രമല്ല, അത് ഓഫ് കോഴ്സ് ഡോക്ടർ ടോംസ് അബ്രഹാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. കാരണം ഞാൻ ഇപ്പൊ കേട്ട സ്പീച്ചസിലൊക്കെ ആൾക്കാർ പറയണത് അതിന്റെ വളരെ ഡയമെൻഷൻസിൽ എത്തി പറയണം. അത് അഭിനന്ദനങ്ങൾ, എല്ലാവിധ അഭിനന്ദനങ്ങളും അത് തന്നെയാണ് വേണ്ടത്. കാരണം പുറത്ത് പല സ്ഥലത്തും ഇപ്പൊ ബീർ യോഗ, വേറെ പല ടൈപ്പ് യോഗ, ഓരോ മോഡിഫിക്കേഷൻസും അതൊക്കെ ഡൈവേർഷനാണ്. നമ്മുടെ മൈൻഡിനെ അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡൈവേർഷൻസ് ആണ്, വിച്ച് ഈസ് നോട്ട് ഗുഡ്. Actually, you should cut down the thoughts. Number of thoughts should reduce. TPS, thoughts per second, should reduce. And then once you completely sink into yourself, you really don't need anything from outside. You're perfect. Actually, we are born perfect. We are born free. And that feeling, that understanding will actually settle in. And then nobody can defeat you. അതാണ് നമ്മുടെ പിന്നെ സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നുണ്ട്, ഈ രാവിലെ എണീക്കുന്ന വ്യക്തികളെ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന്. മഹാഭാരതത്തിന്റെ കഥയെ കുറിച്ച് പറയണാണ്. അവരൊക്കെ ഈ പഞ്ചപാണ്ഡവന്മാര് അതിരാവിലെ എണീറ്റിരുന്നു. അവരുടെ എല്ലാ പ്ലാനിങ്ങും ഏർലി മോർണിംഗ് ആയിരുന്നു അന്നത്തെ യുദ്ധത്തിന്റെ. അതേ സമയത്ത് കൗരവര് പ്ലാൻ ചെയ്തതൊക്കെ രാത്രി ഒത്താഴം കഴിഞ്ഞിട്ടാ. അപ്പൊ ആ സമയത്ത് മൈൻഡ് ക്ലട്ടേർഡ് ആണ്, മൈൻഡ് ക്ലോഗ്ഡ് ആണ്, ക്ലട്ടേർഡ് ആണ്. ആ ദിവസത്തെ എക്സ്പീരിയൻസസ് മുഴുവൻ മനസ്സിൽ കിടക്കുന്നുണ്ട്, ആ ക്ലാരിറ്റി ഇല്ല. പക്ഷെ അതിരാവിലെ ഇതെല്ലാം കഴിഞ്ഞ് ഉറങ്ങി സൈലൻസിൽ കൂടെ പോയി തിരിച്ചു വരികയാണ്. ഈ ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റ് ഡീപ്പ് സൈലന്റ് സ്റ്റേറ്റും കൂടിയാണ്. സുഷുപ്തി അവസ്ഥ സൈലന്റ് സ്റ്റേറ്റും ആണ്. അതിൽ കൂടെ ട്രാൻസെൻഡ് ചെയ്ത് വന്ന് രാവിലത്തെ സമയത്ത് നമ്മൾക്ക് കംപ്ലീറ്റ് ഫ്രഷ് ആണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും. ഇമോഷൻസ് കുറയും. ഇമോഷൻസ് കുറയണ ഒരു കാര്യമുണ്ട്. അപ്പൊ ഈ 3 പ്രോസസ്സേഴ്സും നമ്മുടെ ഉള്ളിലത്തെ 3 പ്രോസസ്സേഴ്സ്, ഒന്ന് മൈൻഡ് ഇമോഷൻസ് പ്രോസസ് ചെയ്യണു, വികാരങ്ങള്. ഇന്റലക്ട് ഇൻഫർമേഷൻസ് പ്രോസസ് ചെയ്യണു, ബുദ്ധിപരമായിട്ട് അനാലിറ്റിക്കൽ അനാലിസിസ് ഒക്കെ. ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഓണർഷിപ്പ് ബേസ്ഡ് പൊസിഷനും പൊസഷനും അങ്ങനത്തെ കാര്യങ്ങൾ പ്രോസസ് ചെയ്യുന്നു. ഈ 3 പ്രോസസ്സേഴ്സും കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മുടെ എക്സ്പീരിയൻസസ്. ഇതിനൊക്കെ ഡിറ്റാച്ച്മെന്റ് വരും. അതിനേക്കാളിലും കൂടുതൽ ഒരു കാര്യമുണ്ട്, നമ്മളെ ഫ്രീഡം എന്നുള്ള ഒരു ആസ്പെക്ട് നമുക്ക് അറിയ പോലും ഇല്ല ശരിക്കും. നമ്മൾ വിചാരിക്കുന്നത് മൈൻഡിന്റെയും സെൻസസിന്റെയും ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ഒക്കെ ഫ്രീഡമാണ് ഫ്രീഡം എന്നാ. അതല്ല, അതിൽ നിന്ന് വരുന്ന ഫ്രീഡമാണ്. അതായത് freedom is freedom from mind and senses. Freedom from, not freedom of. അതാണ് മെയിൻ കാര്യം. ആ മൈൻഡും സെൻസസും അതിന്റെ പോലെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആണ്. ആ സമയത്ത് യു ആർ എക്സ്ട്രീംലി പവർഫുൾ. ഞാൻ ഒരു സമയത്ത് എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഫ്രം ഒരു കൺട്രിയിൽ നിന്ന് 5 കൺട്രി എനിക്ക് തന്നു മാനേജ് ചെയ്യാൻ. I was only in my 30s. It was very tough. എല്ലാ ഓയിൽ ടാങ്കേഴ്സ് ആണ്. ഇറാഖ്, ജിബൂത്തി, ജോർഡൻ, സുഡാൻ ആൻഡ് യമൻ. 5 കൺട്രീസ്. 5 കൺട്രിയിൽ ഒരു കാര്യം ശരിക്കും നടക്കില്ല. അങ്ങനത്തെ സമയത്ത് ഇത് ഭയങ്കര ഹൈ സ്ട്രെസ് ജോബാ. അപ്പൊ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹൗ ഡു യു മാനേജ് ദിസ്? അപ്പൊ ഞാൻ പറഞ്ഞു, ദി ഓൺലി വേ യു ക്യാൻ മാനേജ് സച്ച് എ തിങ് ഈസ് ഡിറ്റാച്ച്മെന്റ്. ആൻഡ് ഡിറ്റാച്ച്മെന്റ് മീൻസ് യു ഷുഡ് സീ യുവർ സെൽഫ് ഫങ്ഷനിങ്. തിങ്സ് ആർ ഹാപ്പനിങ് ത്രൂ യു, നോട്ട് ദറ്റ് യു ആർ ഡൂയിങ് ഇറ്റ്. നമുക്ക് എപ്പൊക്കെ ഡുവർഷിപ്പ് വരുന്നോ അപ്പൊ നമുക്ക് വല്ലാതെ വെയിറ്റും വരുന്നുണ്ട്, ഹെവിനെസ്സും വരുന്നുണ്ട്. അതേസമയത്ത് ഡുവർഷിപ്പ് മാറ്റി, ഞാനാണ് ചെയ്യണത്, ഞാനാണ് ഞാനാണ് ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഇറ്റ്സ് ഹാപ്പനിങ് ത്രൂ മീ, ഓൾ ദീസ് തിങ്സ്. സോ യു ആർ ആക്ച്വലി വാച്ചിങ് യുവർ സെൽഫ്, യു ആർ വിറ്റ്നസിങ്. ആൻഡ് ദിസ് ഇസ് മെഡിറ്റേഷൻ. ദിസ് ഇസ് ആക്ച്വൽ മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ഈസ് നോട്ട് ആക്ടിവിറ്റി, ഇറ്റ് ഈസ് വിറ്റ്നസ്ഹുഡ്. ഈ വിറ്റ്നസ്ഹുഡ് നമ്മൾ ശരിക്കും പെർഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ വികാരത്തിന്റെ അടിമപ്പെടില്ല. അതേലും കൂടുതൽ നമ്മൾ ഇങ്ങനെ വിറ്റ്നസ് ചെയ്ത് സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് ടു സീ ദ ഹോൾ തിങ്. Even now, we have activity in almost 80 to 90 countries. അപ്പോൾ അതിൽ ഒരുപാട് മെസ്സേജും കാര്യം. പക്ഷെ ഐ റിമെയിൻ കൂൾ. ആൾക്കാർ ചോദിക്കാറുണ്ട്, ഹൗ ആർ യു സോ കൂൾ? സോ മെനി തിങ്സ് ആർ ഹാപ്പനിങ്, ഹൗ ക്യാൻ യു ബി കൂൾ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ നേച്ചറാണ്. ഇറ്റ്സ് യുവർ റൈറ്റ് ടു ബി കൂൾ. ഇറ്റ്സ് യുവർ റൈറ്റ് ടു ബി കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ്. യുനോ, ആൻഡ് വി കാൺട്ട് റിയലി കോംപ്രമൈസ് ദാറ്റ്. ഇത് കോംപ്രമൈസ് ചെയ്താൽ നമ്മൾ നശിച്ചു. നമ്മൾ എല്ലാത്തിലും ഇൻവോൾവ് ആയി നമുക്ക് ഓണർഷിപ്പ് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ we fail. ഞാൻ ഇത്രയും പറയണം എന്താ വെച്ചാൽ, മോർ ദാൻ മെഡിറ്റേഷൻ ഐ തോട്ട് ദിസ് ഇസ് ബെറ്റർ. ആക്ച്വലി ഇറ്റ്സ് എ ബിറ്റ് ഓഫ് ഡീവിയേഷൻ ഫ്രം വാട്ട് റോബിൻജി സെഡ്. കാരണം അതിപ്പോ ആക്ച്വലി ഡോക്ടർ ടോംസ് അബ്രഹാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഐ വിൽ ഡു എ ബിറ്റ് ഓഫ് ഹൈപ്പർ വെന്റിലേഷൻ ആഫ്റ്റർ ദിസ്. പക്ഷെ ഐ തോട്ട് പ്രോബബ്ലി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇംഗ്ലീഷിൽ. അപ്പോൾ ഐ എം ഗെറ്റിംഗ് എ ചാൻസ് ടു സ്പീക്ക് ഹിയർ ഇൻ ദിസ് വേ. എനിവേ, so this is what it is. So I was really concentrating on trying to find silence inside. And at some point in time, it really stuck. But before that, before I actually found it, I went through a deep crisis.
This also, if you're serious practitioners, you should know. ഒരു ക്രൈസിസ് വന്നു. എങ്ങനെ വന്നു വെച്ചാൽ I used to, എപ്പോൾ ലീവ് കിട്ടിയാലും I used to go to Himalayas. That was my style. I fly to Delhi and I take a cab, I go to Himalayas. ഒരു ദിവസം ഞാൻ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത്, മെഡിറ്റേറ്റ് രാവിലത്തെ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, I got a thought, why am I running for something? What am I chasing? What will I get in Himalayas? പെട്ടെന്ന് വെച്ചിട്ട് എൻ്റെ മൈൻഡ് സെറ്റ് മാറി. You don't have to go anywhere to get what you need because it's sitting inside. Self-realization is realization of something which is already inside. Self-realization is not anything which comes from outside, and nobody can give it to you. Nobody can take you there. It is waiting inside. It is inside. The self is sitting inside. Some point in time when we are in deep silence, you realize that self. That is self-realization. Then why are you going to Himalayas? Then that was a big crisis. It was like a punch on my face. I changed my whole practice methods. Then I realized there's nowhere to go. You don't have to go anywhere. Whether you're in marketplace or you're in Himalayas, you are you. And it's your journey. It's your journey. And this is exactly what happened. Now, Yoga Darshan program, നന്നായി നടക്കേണ്ട, അത് ഇനിയും നടക്കട്ടെ, അത് ഇനിയും ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെതായിട്ടുള്ള ലെവലില് അത് ഡൈവേഴ്സിഫൈ ചെയ്യട്ടെ. ഈ 4AM ക്ലബ്ബ് നടന്ന പോലെ തന്നെ, ചെയ്ത പോലെ തന്നെ 4AM ക്ലബ്ബിൽ കൂടെ അത് പല ഡയമെൻഷൻസിൽ എത്തിയല്ലോ. ഇപ്പൊ റോബിൻജി പറഞ്ഞ പോലെ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു, സംഗീതം വരുന്നു, അഭിനയം, ഇതെല്ലാം ഡയമെൻഷൻസ് വരണത്. കാരണം നമുക്ക് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഉണ്ട്. നമുക്ക് 30 മുക്കോടി ഡയമെൻഷൻസ് ഉണ്ട് നമുക്ക് ഓരോ വ്യക്തിക്കും. 33 crore ആസ്പെക്ട്സ് എന്നാ പറയുന്നത്. അതിപ്പോ 33 crore സെൽസ് എന്ന് പറഞ്ഞാലും വിരോധമില്ല, അല്ലെങ്കിൽ 33% ഓഫ് യു എന്ന് പറഞ്ഞാലും വിരോധമില്ല. ബട്ട് വി ആർ മൾട്ടി ഡയമെൻഷണൽ. ഒരു ഫ്രെയിമിൽ വെക്കരുത് ഒരിക്കലും. ഞാൻ ഒരു വ്യക്തി ഒറ്റയ്ക്കല്ല. ഞാൻ ഇപ്പൊ എന്റെ മോളുടെ കൂടെ കളിക്കുകയാണെങ്കിൽ ഐ എം എ ഫാദർ. വെൻ ഐ എം ടീച്ചിങ്, ഐ എം എ ടീച്ചർ. When I'm going to buy some vegetables, I'm a vendor, I'm a buyer, or whatever I'm doing, I'm that at that time. So we are multi-dimensional. അപ്പൊ ഒരു ഫ്രെയിമിൽ വെക്കുമ്പോൾ നമുക്ക് ആളെ മനസ്സിലാവില്ല. നമ്മൾ അങ്ങനെ ഒരു ഫ്രെയിമിൽ കൊള്ളുന്ന ആളല്ല. നമ്മളെല്ലാം ഇതൊക്കെ റോൾ പ്ലേ എന്ന് മനസ്സിലാക്കുക. അതെല്ലാം കഴിഞ്ഞ് എല്ലാം വിഡ്രോ ചെയ്യുമ്പോൾ, രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ വി ആർ ടോട്ടലി നളിഫൈഡ്. നമുക്ക് ആരാന്ന് പോലും അറിയില്ല. ആണാണോ പെണ്ണാണോ എന്നറിയില്ല, എവിടെ കിടന്ന് ഉറങ്ങണേന്ന് അറിയില്ല, ഒന്നും അറിയില്ല. We are totally nullified. And from there, we take a rebirth every morning. Morning, we come back again. എല്ലാ ദിവസവും നമുക്ക് റീബർത്ത് ഉണ്ട്. എല്ലാ ദിവസവും we are a new man, new person, new personality. Every day. We cannot, every day. ഇത് ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. Every day you wake up in the same body. When you die, you wake up in a different body. ഈ ഒറ്റ ഡിഫറൻസേ ഉള്ളൂ between death and deep sleep state. ആ ഒരു രണ്ടും നമുക്ക് അറിയുന്നില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പ്രോസസ്സ് നടക്കുന്നത്. അപ്പം ഇതില് നമുക്ക് എന്താണ് ചെയ്യാവുന്നത്? ഒറ്റ കാര്യമുള്ളൂ. Connect with yourself 100%. ഇതാണ് ഈ ജേർണി. കണക്റ്റിംഗ് ടു യുവർ സെൽഫ് 100%. ഒറ്റ വേറെ ഒരു കാര്യമില്ല ഇതില്. അതായത് നമുക്ക് ആകെ പരിചയപ്പെടേണ്ട വ്യക്തി നമ്മൾ തന്നെയാണ്. വേറെ ഒരാളെ പരിചയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. അത് ടെമ്പററി ആയിട്ട് പരിചയപ്പെടാം, ഓഫ് കോഴ്സ്, അത് കാര്യമുണ്ട്. എന്നുവെച്ചാൽ ആ റിലേഷൻഷിപ്പ് എന്നുള്ള ബ്യൂട്ടി ഓഫ് റിലേഷൻഷിപ്പ്, ഇപ്പൊ നമ്മൾ കൂട്ടായ്മ, ഇതിനൊക്കെ നല്ലതാണ്. അതിന്റെ ആ ഒരു എക്സ്പീരിയൻസിന് നല്ലതാണ്. പക്ഷെ ഇഫ് യു ഡോണ്ട് മീറ്റ് യുവർ സെൽഫ് ഇൻ ദിസ് ലൈഫ് ടൈം, യു മിസ് എ ഹോൾ ലൈഫ് ടൈം. If you cannot meet yourself in this lifetime, you lost it. You know, the time is wasted. So we should meet ourselves in this lifetime, and that's the journey. The journey is to recognize, appreciate, accept, and respect ourselves. This is what we are. This is where we're going. So എല്ലാവർക്കും എല്ലാം വളരെ വളരെ സന്തോഷം. ഇതിന് എല്ലാ ആശംസകളും, എസ്പെഷ്യലി റോബിൻജിക്ക്. I wish him good health and good inspiration to take this forward further. You know, he has that power, energy. We are all supporting him, but he has that power, energy, and initiative, and especially a good heart, good intention, not a selfish intention. See, this is the main thing. When you're selfish, it doesn't fly. When you're unselfish, it grows by itself. This is the sign of it. And Srimarji, especially appreciation to you. Do I have time for a hyperventilation, or otherwise I'm fine? I've spoken enough. Excellent, Mohanji. Thanks for the praise, wishes, good words. It was inspiring. In fact, anyway, when Robinji told me that I will also ask Mohanji to come, then I said that within this short notice, he said that I will make it. So that is a confidence in the commitment of Mohanji towards this club.
Thanks once again, Mohanji, for your time, for your precious words and inspiration. Thank you. I'm very happy, and thanks for inviting me here for this program. Thanks for inviting me. I'm really, really happy, and great wishes to all of you and all the people who are listening. Thank you so much. Thanks a lot once again. Now I am going to introduce another personality, another international personality, and she's from, right now she is in USA. She was born in the UK, a radio oncologist by profession. Of course, it is in the modern system of medicine. She and her husband lost the faith in the system, and later they moved to India, learned Ayurveda and yogic sciences for nearly 11 years, started preaching the system in the Western world. She has been to MG University, that is Professor Sabu Thomas sir introduced her to me in connection with the project on organic farming, because we are doing a wonderful program, a unique program on organic farming in Kerala. And she was interested in harmonizing health with the nature. That is why how we met together. And how I can introduce her. Again, I will take a quote from our text. Yujyadi anena idi yoga. One which unites, one which yokes, one which brings together with the nature, harmonizing. It is the act of yoga. We have seen that. A medical practitioner in the modern medicine by profession switches over to Indian system of health practices, identifies hers with the nature, and she believes that it is her bounden duty to preach the knowledge to the fellow beings. ഹാഷിറിനോട് അന്ന ഹോളിഡേയുടെ ഇതൊന്ന് അൺമ്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. Probably she may be having a PowerPoint presentation also for the sharing of files. അപ്പോൾ അത് രണ്ടും ആവശ്യപ്പെടുന്നു. Welcome, Madam Dr. Anna Holiday, to our midst, and thanks for your excellent initiative, because just like in Mohanji's case, I was not so sure whether she'll be able to come online because of the time difference between the States and India. We are highly obliged to Dr. Anna Holiday for her presence here, and I am switching over to Anna Holiday for her words. Welcome, Madam. Thank you very much, G. Shri Kumar. Very, very, very honored to be here today and to be a participant in this remarkable achievement of bringing yoga to internationally. So it's one of the good things that COVID has brought around to us to make us realize that we can be connected internationally without really going anywhere and abiding by the COVID rules. I want to talk today about my practice of pranayama. I know I'm not, I hope there aren't people on the watching this that are probably much more experienced than I am, but I wanted to just present to you the practice that I have and that I do and I teach here in the US. Pranayama has been an integral part of the practice of yoga for centuries, and it is the fourth of the 8 limbs of yoga systemized by Patanjali in the Yoga Sutras, as I'm sure you all know. And this was around somewhere between 400 BC and 500 AD. We don't know exactly when. Pranayama is described as being an outer yoga. It is the fourth of the 4 outer yoga practices. And the first one is the namas, and the second is the niyamas. And these are the rules of social and personal behavior. The third is asana, or yoga postures. And it's quite unfortunate that here in the West, yoga has been thought of as these postures, where of course we all know that it is actually
the asana that are the yoga postures, and yoga itself is a philosophy. But these are all important practices to prepare the body for long periods of meditation. Now, the Sanskrit word pranayama is made up of two words, prana meaning the life force and yama meaning to control. So it is the control of the life force through the breath. And many people, especially here in the US, think that pranayama is the breath itself, but it is not. If you hold the breath until you can't hold it any longer and then gasp, the energy required to take a breath is the prana for breathing. And so this is what the principle on which pranayama is based. It's the energy required for breathing. Now, I'm a certified Ayurvedic practitioner, and as part of my training, I learned this sequence of pranayama practices. I actually learned them in India from Pratap Chauhan in Faridabad, who I'm sure you're all familiar with. So the first two pranayama practices that I'm going to show you are cooling, and the other ones are heating practices. And if you have the time to do all 7 of these, they can be practiced in sequence, but if you can also practice them individually if you want to, when you feel the need. So I'm going to talk about the benefits too of these pranayama practices from a physiological point of view. Now, the first one is Bhastrika, or the bellows breath. And this is when we force the air out of the lungs, making a wheezing sound, and then allow the inhalation naturally. So the lungs are made up of tiny little air sacs called alveoli. And when the air is forced out by squeezing the lungs and restricting the throat, the air flows back into the lungs naturally, and the alveoli naturally expand. So this particular practice improves the capacity of the lungs. So it's an important heating pranayama to do regularly. Now, I always tell my students to start slowly, maybe just do 4 or 5 pranayama, 5 of these to begin with, and then leading up to 10 or 20. And you'll find when you do this practice, you often will cough, and this dislodges mucus from the bronchus, and this is quite normal. It is important to remember Bhastrika if you feel the cold coming on, as it is this mucus which settles in the lungs and becomes a chest cold or bronchitis. So regular practice is important, especially in the winter when coughs and colds are much more prevalent. So just to demonstrate, I'm going to show first, you're restricting the throat and you're pushing the air out from the bottom of your lungs. And you can also now when you stop and rest, you will feel that prana flowing and the clarity coming into the mind. Rest for a moment. Now the second heating pranayama is Kapalabhati, and this is sometimes called running without running because it's very beneficial to the cardiovascular system. You might notice that your blood pressure goes up a little when you are doing this and Bhastrika itself, but done regularly, the normal resting blood pressure will go down, just as it does when you're running regularly.
is quite exhausting at first. So begin with just a few of these and slowly increase to about 100. Practicing a couple of times a day will have a real benefit to the cardiovascular system. Many people practice Kapalabhati rapidly, like panting. And this is just fine if this is what you like to do, but it isn't absolutely necessary. I personally prefer to do pranayama slowly and rhythmically. Now in Kapalabhati, the stomach is pulled in so that the diaphragm pushes the air out. And so then there is a relaxing afterwards. So you just, you're pushing the air out in a natural flow, keeping your mouth closed, keeping the shoulders down. A lot of people tend to do this when they're doing it, but you should keep your shoulders down. Push the air out with the diaphragm. It does take a little practice to do to get the rhythm, because you want to get a rhythm going of squeezing the stomach and exhaling at the same time. Exhaling consciously, then letting the inhalation come in naturally. I'll demonstrate this to you just a couple more times. Experienced yogis can do this very, very quickly. But I prefer to do it slowly. So those are the two heating pranayams, which tend to put the blood pressure up. Now, if you're taking blood pressure medication, you don't need to worry about this. But if you do get blood pressure, as I said before, you have to be a little bit wary of this driving the blood pressure up. So watch it while you're doing to make sure that your blood pressure comes down afterwards. And over time, the resting blood pressure will be much lower than before. Now, the next pranayama is called Nadi Shodhana or Analoma Viloma. Now, when this practice is done faster, it's actually called alternate nostril breathing. That's what we call it in the West. Analoma Viloma is when it's done rapidly. Like that. But Nadi Shodhana is when it's done more at a slower pace. And this is much more common to use because when you're doing an Aloma Viloma, it's actually a heating practice, but you want a cooling practice when you're preparing the body and the mind for meditation. So the right nostril is heating, and this is related to the sun, and it brings prana or energy to the left side of the brain, our masculine side. The left nostril is cooling, related to the moon, and this brings prana to the right brain or our feminine side. So Nadi Shodhana and Aloma Viloma is a balancing breath. It balances the heat and the cooling. It balances the nadis on the right side and the left side, and brings the mind to equilibrium. From a physiological point of view, there's a very thin membrane at the base of the brain, and this is adjacent to the nasal cavity. So in alternate nostril breathing, the air passes across this membrane, bringing prana or oxygen to the brain. And so this is what you feel when you're doing pranayama, is you feel this calmness and this, it's very difficult to explain actually what it is, but you feel a calmness coming over you, and it's like a cleansing effect to the brain. So in pranayama, in Nadi Shodhana, you want to keep your thumb and your ring finger. You should be able to close this finger as well, but I can't do that. I have to keep this little finger out. So the thumb of the right hand goes on the right nostril,
and the ring finger of the right hand goes on the left nostril. So to start off, you put your right thumb on the right nostril and breathe in through the left to a count of 4. Then you transfer the ring finger over to the left nostril and exhale through the right to a count of 6. Keeping the mouth closed, of course. And then keeping the ring finger on the left nostril, you inhale again through the right nostril to a count of 4 and place the thumb on the right nostril and exhale through the left to a count of 6. Now, as you get better at this, as you have more practice, of course, you can increase the counts to whatever is comfortable for you. But this is one round. And if you're doing it in this sequence, you would only have time to really do maybe 2 or 3 rounds. But if you're doing it independently, we recommend that you do 12 rounds of Nadi Shodhana. And it can be a complete pranayama practice to do whenever you want to, for early in the morning or even later in the evening before you go to bed. It's very, very beneficial to do prior to deep meditation. Now, the next practice I'm going to demonstrate to you is Agni Sar. In Agni Sar, you take a deep breath in and you keep on exhaling, 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 until the lungs are completely empty. And then you hold the breath on exhalation. On exhalation, you pull the lower abdomen in and up, or the floor of the pelvis. So you tighten the pelvis, tighten the floor of the pelvis, squeeze it in and pull it up as you're holding the breath for as long as you can and as long as it feels comfortable, and let the breath go naturally. Go very slowly with this pranayama, only doing 2 or 3 to start with, and rest, really rest in between. Now, this is also a little bit heating as well as cooling. So another one to watch out for is blood pressure. And we would not advise this pranayama to be done during pregnancy, or even if you think that you might be pregnant, because it affects the apana vayu, which is the downward force of prana. So the next pranayama I'm going to demonstrate to you is called Brahmari, which is a Sanskrit word meaning the bee. Now in Brahmari, you raise the elbows high and put the thumbs on this triangular piece in front of the ear canal, and this is called the tragus. So putting the thumbs on the tragus and place the little fingers at the base of the nose. And this is because there's a mama point here, or a trigger point, which helps with relaxation. And spread your fingers across the eyes, keeping the elbows high. Now put the tongue to the top of the mouth and hum out. Making a vibration in the head. You'll feel that vibration in the head. Now, I'm sure you can tell that Brahmari is very stimulating for the brain. If you do it over a long period of time,
you will notice that it improves the circulation in the brain, and it dislodges toxic materials which get trapped in the folds of the brain. If you look at the brain, there's lots of little folds there. So it helps to dislodge all these toxins that get trapped in the brain. Over time, this material will become harder and harder. We call it ama in Ayurveda. And it's a toxic material that's caused by undigested food, and it gets trapped in areas over time, becomes a harder substance, and this can interfere with neurotransmission, and which is the cause of dementia and Alzheimer's. So if it's practiced regularly, Brahmari will improve the cognitive powers, it improves the memory, and it improves sleep. So it's very important to do Brahmari on a regular basis if you can, especially when you get older. It helps to sharpen the brain. Now the next pranayama is called Shitali, and in Shitali is a cooling breath, what we call a cooling breath. Curling the tongue, making a cone shape with the tongue, and then breathing in through that cone. Shitali is an important pranayama to remember when heat increases in the body, as it often does if we get upset or anxious about something, or if we get angry. And of course, women during menopause, when they have hot flashes, the cooling breath is an important pranayama to remember to do. We don't often think about that in our daily lives, but if you keep it in the back of your head, it's a much better way to release these emotions than what we normally would do. So the next pranayama I'm going to show you is Ujjayi breath. Now, Ujjayi breath is sometimes called the ocean breath. And it is actually the opposite to Bastrika, the first one that we did, when the throat is restricted, but the air in Ujjayi breath is gently pulled in over the vocal cords. So it creates a sound a little bit like the ocean. So Ujjayi breath is actually a good breathing practice to do while you are doing asana practice, because you have to bring the air into the lower part of your lungs, expanding the lungs at the lower part. We tend, I don't think it's so prevalent in Eastern countries, but certainly in the West, we tend only to use the upper part of the lungs and not expand the lower lungs. And this is considered very bad for the health. And I just wanted to add here how important breathing is to our immune system. There is immune cells all surrounding the lungs and around in the chest cavity. So doing pranayama brings oxygen to those immune cells. So it's a very beneficial practice to do to increase our immune system. So that is the 7 practices that I give.
I actually have one that I'd like to add. It's my favorite. It's not really a pranayama practice, but has enormous benefits to the body as long as it comes from in the abdomen. And this is laughter. When we are laughing, there is no thought. So it could be compared to a type of meditation. True laughter brings joy to every cell in the body, and it increases prana throughout. So I'll just end my talk with laughter. Yes, yes. Namaste. Thank you for inviting Namaste. me. Namaste. Wonderful. Excellent. Dr. Anna Holiday. Anyway, it was a revision basically because we were practicing the 7 pranayams we are doing. Anyway, it is an excellent exposition by which a medical practitioner herself was depicting that with the physiological impact of the pranayams. That was great. And in fact, in this moment, it will be nicer to note that the modern system of medicine is inventing new, it is not inventing, but discovering new organs. We have heard of the 79th organ coming up as mesentery in 2016. And the 4th salivary gland beneath in the nasopharynx, just behind the pharynx. That is this is called a tuberous salivary gland, the 4th salivary gland. It has got, I believe that, why I am mentioning is because Dr. Anna Holiday was a radio oncologist. So this tuberous salivary gland was rediscovered by a Dutch scientist called Vogel, Dr. Vogel. While he was having her radiation analysis through positron emission topography and CT scanning. So I believe that it has got one excellent connection with the Khejari Mudra as well as Shambhavi Mudra, which we are practicing at the highest level in yoga. I believe that more research will go into that aspects, and more we can get more authentic publications, scientific publications based on this thing. It can be easily connected. And now the Grace anatomy book has to be revised according to the new discoveries. And now we are having the interstitium coming up, spreading across the skin. Yeah, that is also because that relates directly to our practices, Indian system of Ayurveda as well as yoga practices, Siddha medicine. These are very, very highly connected. So anyway, it was an excellent discourse by Dr. Anna Holiday, and I believe that you have enjoyed the stay with us in MG University as well as in Kerala. We would love you to come back to Kerala for more in India, of course, not limited to Kerala, but across India. We will have more activities coming up. Anyway, once again, thank you, ma'am, thank you very much. My pleasure. So, okay, Hashirnod ഒരു റിക്വസ്റ്റ് ആൻഡ് ഫോർ ഓൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടവർക്ക് ഓൺലൈൻ ആയിട്ട് ആ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അപ്പൊ അതിന് ചെയ്യേണ്ടത് ഹാഷിർ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു ലിങ്ക് അയക്കും, ഗൂഗിൾ ഫോമിന്റെ. ആ ഗൂഗിൾ ഫോമിനകത്ത് 5 കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങളുടെ പേര്, അഡ്രസ്, ഇമെയിൽ ID, as well as your comments on to നമ്മുടെ ഇതിനെക്കുറിച്ച് ഈ നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒപ്പീനിയനും കൂടെ ആ ഫീഡ്ബാക്ക് ഫോം കിട്ടുന്നവർക്ക് 2-3 ദിവസങ്ങൾക്കുള്ളിൽ അവരുടെ ഇമെയിൽ ബോക്സിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഓൾറെഡി അഹമ്മദ് അഷ്റർ അതിനകത്ത് ലിങ്ക് അയച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യം നമ്മൾ ലിങ്ക് അയച്ച് പ്രൊവൈഡ് ചെയ്യാം. അത് യു ടേക്ക് കെയർ ഓഫ് ദാറ്റ്. നൗ വി ആർ മൂവിംഗ് നമ്മുടെ കഴിഞ്ഞ 20 ദിവസമായി നമ്മെ ഈ യോഗയുടെ പുതിയ വിന്യാസങ്ങളിലൂടെ നവവിന്യാസങ്ങൾ എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇറ്റ് ഹാസ് നോട്ട് ബീൻ ടോട്ട്. ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ഐ ഹാവ് ടേക്കൺ എ കോട്ട് ഫ്രം സ്വാമി വിവേകാനന്ദ. സ്വാമി വിവേകാനന്ദ പറഞ്ഞ
സ്വാമി പറഞ്ഞത് ഇതായിരുന്നു. ഇതൊരു സയൻസ് ആണ്, ഒരു ശാസ്ത്രമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. യോഗ ഒരു ശാസ്ത്രമാണ്. ഈ ശാസ്ത്രത്തെ ഗോപ്യമായിട്ടല്ല പഠിപ്പിക്കേണ്ടതൊന്നും. ഇറ്റ് ought to be taught in public streets. Any attempt to mystify these things will be counterproductive. അത് വിനാശകരമായിരിക്കും, ആ ശാസ്ത്രത്തിന് എതിരായിട്ട് ഭവിക്കും എന്ന് സ്വാമി വിവേകാനന്ദ സ്വാമി പറയുന്നത്. നമ്മൾ ആ ഒരു തത്വം പരിപാലിച്ചുകൊണ്ടാണ് ശരിക്കും നമ്മൾ കൺവെൻഷണൽ ആയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം മാറ്റി വിപ്ലവകരമായ എന്ന് വേണേൽ പറയാം. ഈച്ച് ആൻഡ് എവരി ഫേസസ്. ചിലത് നമ്മള് ശ്വസനക്രിയ പറയുമ്പോൾ നമ്മൾ ഇടത്തെ മൂക്കിലൂടെ തന്നെ എടുക്കണം, അല്ലെ കൈയുടെ പൊസിഷൻ, വിരലിന്റെ പൊസിഷൻ ഒക്കെ അതൊന്നും വേണ്ട എന്ന് നമ്മൾ വാദിച്ചിരുന്നില്ല. പക്ഷെ ഓൾട്ടുഗദർ അത് മാറ്റിക്കൊണ്ട് ഒരു ഏകമാർഗമല്ല, ബഹുമാർഗമാണ്, വൈവിധ്യമാണ് നമ്മുടെ മുഖമുദ്ര, ഭാരതത്തിന്റെ മുഖമുദ്ര, യോഗയുടെ മുഖമുദ്ര. ആർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാമെന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. യോഗയില് എന്റെ ഗുരു കൂടിയായ ഡോക്ടർ ടോമസ് എബ്രഹാം, അദ്ദേഹത്തെ ഞാൻ ഈ ഇതിന്റെ ഒരു കൺസോൾട്ടേഷന് വേണ്ടി ക്ഷണിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു 4 വരി ഒരു കവിതയാണ്. വിധിവൽ സമനുഷ്ഠിത സ്വധർമ്മ, സ്വന്തം ധർമ്മങ്ങളെയൊക്കെ വിധിയാമണ്ണം നിർവഹിച്ച് കൃതിരക്താർപ്പണ തോഷിത ബുധേന്ദ്ര, അറിവിന്റെ കേദാരമായി യോഗയെക്കുറിച്ചുള്ള വൈവിധ്യമാർന്ന പാതകളിലൂടെ, കൺവെൻഷണൽ പരമ്പരാഗത പാതയിലൂടെ, അതേപോലെ മോഡേൺ സിസ്റ്റം ഓഫ് സ്റ്റഡീസിലൂടെയും സഞ്ചരിച്ച് യശസ്സ വിമലീകൃത ദിഗന്ത, ദിഗന്ധങ്ങൾ തോറും ഭേദിച്ചുകൊണ്ട് യശസ് ഉയർത്തി. ത്രൂ ഹിസ് വേർഡ്സ്, ത്രൂ ഹിസ് ക്ലാസസ്, ത്രൂ ഹിസ് റൈറ്റിംഗ്സ്. അദ്ദേഹത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മുടെ ഒരു കൺസോൾട്ടേഷൻ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെയാണ് എന്നുള്ള സാധനം അവതരിപ്പിക്കാനായിട്ട് സാധനം ക്ഷണിക്കുന്നു. ഓവർ ടു ഡോക്ടർ ടോമസ് എബ്രഹാം. നമസ്തേ. Namaste, namaste. I think today we got a wonderful experience from different dignitaries, especially Professor Dr. Sabu Thomas sir, Dr. Anna Holiday, Robin ji, Mohan ji, and Srimas sir, for sharing their experience and inspiring us to lead a wonderful, unique way of life. അഹമ്മദ് ഹാഷിർ എന്നും നമുക്ക് വേണ്ടിയിട്ട് സെഷനെ ഹാൻഡിൽ ചെയ്യുന്നു. വളരെ നന്ദി. എസ്പെഷ്യലി 4am ക്ലബിന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നെ നല്ലതിന് ആദ്യം തന്നെ നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത്രയും ദിവസം കഴിഞ്ഞ 21 days നമ്മൾ ചെയ്തതിനെ ഒന്ന് സമപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഇതിന്റെ ഓരോ ഘട്ടത്തിൽ ഇൻസ്പയർ ചെയ്ത പാർട്ടിസിപ്പൻസിനാണ്. ഈ ഒരു ടൈമിൽ ഇതിന് റെഡി ആയിട്ട് വന്ന് പ്രാക്ടീസ് ചെയ്യുകയും ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ഒക്കെ ചെയ്ത് ഇൻസ്പയർ ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മളുടെ ദിവസങ്ങളിലേക്ക് കടക്കട്ടെ. ഏകം സത് വിപ്ര ബഹൂദാ വദന്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകത്തിലൂടെ സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ, സ്കോളേഴ്സ് അതിനെ വ്യത്യസ്ത രീതികളിൽ പ്രസന്റ് ചെയ്യുന്നു എന്ന് മാത്രം. The speciality of yoga is it's a unique lifestyle. മറ്റൊന്നിനും പകരം വെക്കാൻ പറ്റാത്തൊരു ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ യോഗ. അതില് നമ്മൾ ഇടയ്ക്ക് തന്നെ കോട്ട് ചെയ്ത ഒരു സൗഭാഗ്യലക്ഷ്മി ഉപനിഷത്തിലെ ഒരു ശ്ലോകം കൂടി ഒന്ന് സ്മരിക്കട്ടെ. യോഗേന യോഗോ ജ്ഞാതവ്യോ യോഗോ യോഗാത് പ്രവർത്തതേ. ഇത് സംസാരം കൊണ്ടോ ക്ലാസ് എടുക്കുന്നത് കൊണ്ടോ ഒന്നും ഇതിന്റെ ഫലം ലഭിക്കില്ല. പ്രാക്ടീസിലൂടെ മാത്രം യോഗയെ അറിയാൻ സാധിക്കും. There is no shortcut. The only thing is systematic and continuous practice. Practice make you perfect. Then you will get the experience. And experience is the great master. ഞങ്ങൾ അപ്പോ ഏകം എന്നതിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഒരു യുണീക്ക് ലൈഫ് സ്റ്റൈലാണ്. അനേകം ഏകങ്ങളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. മുദ്രകളുടെ രാജാവ് ഖേജരി,
അഹിംസ പരമോ ധർമ്മ, യോഗങ്ങളിൽ ശ്രേഷ്ഠം രാജയോഗം, ഫാദർ ഓഫ് യോഗ പതഞ്ജലി, ഫാദർ ഓഫ് ഹഠയോഗ സ്വാത്മാരാമ തുടങ്ങി അനേകം കാര്യങ്ങൾ. ആസനങ്ങളുടെ രാജാവ് ശീർഷാസനം, ക്രിയകളിൽ രാജാവ് നൗളി തുടങ്ങിയ അനേകം ഏകങ്ങളെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു കഴിഞ്ഞു. ഹഠയോഗമാണ് നമ്മൾ ആദ്യമായിട്ട് ആരംഭിച്ചത്. ഹഠയോഗത്തെ പറ്റി പറയുമ്പോൾ തന്നെ ഹകാർണേസു സൂര്യാസാൽ ഠകാർണേന്ദു ചന്ദ്രമ സൂര്യചന്ദ്രമസോരൈക്യം ഹഠ ഇത്യഭിധീയതേ എന്ന് യോഗ ശിഖോപനിഷത്തിലും മറ്റ് അനേക ഉപനിഷത്തുകളിലും പറയുന്നുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങളെ നമ്മൾ ഡീൽ ചെയ്യാൻ തുടങ്ങി, ഹായും ഠായും. അതോടൊപ്പം തന്നെ അതിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യം തന്നെ ആരംഭിച്ചത് രണ്ടിന് സുഖം കിട്ടുന്നതിന് വേണ്ടി സഹ നൗ അവധു, സഹ നൗ യശ തുടങ്ങിയ, സഹ നൗ പുനക്തു തുടങ്ങിയ അനേകം സഹ നൗ. നമ്മൾ രണ്ടുപേർ ഒന്നിച്ച് മുന്നേറട്ടെ, ഒന്നിച്ച് സുഖം ലഭിക്കട്ടെ, ഒന്നിച്ച് യശസ്സുള്ളവരാവട്ടെ, തേജസ്സുറ്റവരാവട്ടെ തുടങ്ങിയ കാര്യങ്ങൾ. ഇതിനെല്ലാം പ്രധാനമായിട്ടും ശ്രദ്ധ വേണമെന്ന് ആദ്യം തന്നെ പറഞ്ഞു. അതും ഒരു ഏകമാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന രീതിയിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ശ്രദ്ധ വേണം എന്നുള്ള രീതിയിലേക്ക്. ആസനത്തിന്റെ ഒരു ഗുണം സ്ഥിരം സുഖമാസനമെന്നും സ്ഥിരസുഖ ആസനമിതി നിയമ എന്നുമൊക്കെ നമ്മൾ കണ്ടു. അതിന്റെ പ്രയോജനം പതഞ്ജലി അവിടെ പറയുന്നു, തതോ ദ്വന്ദ്വാൻ അഭിഘാത, ലൈഫിലെ ദ്വന്ദ്ങ്ങളെ, രണ്ട് എക്സ്ട്രീംസിനെ ഇല്ലാതാക്കും. അപ്പോഴും അവിടെ ഏകത്വം വരുന്നു, മധ്യമാർഗം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചക്രങ്ങളിലേക്ക് വരുമ്പോൾ ആജ്ഞാചക്രത്തിന് രണ്ട് ദളങ്ങളാണുള്ളത്. ഇതെല്ലാം ദ്വന്ദ്ങ്ങളാണ്. അതേപോലെ സോഹം ഓർ ഹംസ, അജപാനാമ ഗായത്രി, ജീവോ ജന്തവ ഓർ ജീവോ ജപതി സർവദ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശ്ലോകവും നമ്മൾ കണ്ടു. ഹംസ അല്ലെങ്കിൽ ആ ബ്രീതിങ് എല്ലാ ജീവജാലങ്ങളും നിത്യേന ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അഹോരാത്രം അതിൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അതിന് അജപാനാമ ഗായത്രി എന്ന് പറയും. നമ്മൾ ശ്വാസത്തിന്റെ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് കണക്കിനെയൊക്കെ അന്നേരം പരിചയപ്പെട്ടു. 21,600 നമ്പർ ഓഫ് ബ്രീത്ത്. ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ മുൻപോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ 3-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. 3-നോടനുബന്ധിച്ചിട്ടുള്ള അനേകം കാര്യങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. ത്രികാലങ്ങള് അല്ലെങ്കിൽ ത്രിഗുണാത്മകം ശരീരം, അല്ലെങ്കിൽ 3 തരം കുണ്ടലിനികൾ, ബന്ധത്രയങ്ങൾ, ത്രിദോഷങ്ങൾ ഒക്കെ യോഗ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നു. ത്രിപുടി മുടിഞ്ഞവൻ എന്നാണ് യോഗിയെ പറയുക. ധ്യാനത്തിലൊക്കെ ത്രിപുടി മുടിയലാണ് സംഭവം. അതേപോലെ സംയമം, ധാരണ, ധ്യാനം, സമാധി തുടങ്ങിയ സംയമങ്ങളെ നമ്മൾ കണ്ടു. ധ്യാനം, ധ്യേയം, ധാതാവ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇല്ലാതായിത്തീരുന്ന, ഒന്നായിത്തീരുന്ന അവസ്ഥയൊക്കെ നമ്മളന്ന് കണ്ടു കഴിഞ്ഞു. പിന്നീട് അതേപോലെ നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യോഗരാജോപനിഷത്തിന്റെ ചതുരംഗ യോഗയെ ഒന്ന് പരിചയപ്പെട്ടു. അതുപോലെ പതഞ്ജലി യോഗ സൂത്രത്തിന്റെ 4 പാദങ്ങൾ. ഇതേപോലെ ചതുരംഗ യോഗയും ചതുരാസനങ്ങളും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടു. അതോടൊപ്പം മൂലാധാരത്തിന് 4 ദളങ്ങളാണ്. ചതുരുപായം യോഗ ചികിത്സയോട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു. ഹേനം, ഹേതുഹായം എന്നൊക്കെ പറഞ്ഞ ഹാനം, ഉപായം എന്ന് പറഞ്ഞിരിക്കുന്ന ചികിത്സാ സമ്പ്രദായത്തില്. അതേപോലെ ചതുർവാക്യങ്ങൾ, അഹം ബ്രഹ്മാസ്മി എന്ന് ബൃഹദാരണ്യ ഉപനിഷത്തുകളിലും, പ്രജ്ഞാനം ബ്രഹ്മ എന്ന ഐതരേയ വാക്യവും, അയമാത്മ ബ്രഹ്മ എന്ന മണ്ഡൂകോപനിഷത്ത് വാക്യവും, തത്വമസി എന്ന ഛാന്തോഗ്യ വാക്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ചതുരാശ്രമങ്ങൾ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചതുരവസ്ഥകൾ, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം തുടങ്ങി അതിനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് യോഗാസനങ്ങളെ തരംതിരിച്ചിരിക്കുന്ന രീതി, ആരോഹണ അവരോഹണ ക്രമത്തിൽ നമ്മൾ മുൻപോട്ട് പോകുന്ന രീതികളെയൊക്കെ കണ്ടു. അതോടൊപ്പം നമ്മൾ
യോഗയിലെ 4 അവസ്ഥകളെ കണ്ടു. ആരംഭം, ഘടം, പരിചയം, നിഷ്പത്തി തുടങ്ങിയ അവസ്ഥകൾ. ഇങ്ങനെ അനേകം ചതുരംഗങ്ങളെ നമ്മൾ കണ്ടു. അതുപോലെ യോഗ ചികിത്സയോട് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞ ദർശനം, സ്പർശനം, നാഡി പരീക്ഷ, അല്ലെ പ്രശ്നം തുടങ്ങിയ 4 വിഭാഗങ്ങളെയൊക്കെ നമ്മൾ കണ്ടു. പിന്നീട് 5നോടനുബന്ധിച്ചിട്ട് നമ്മൾ പഞ്ചഭൂതങ്ങളെ പരിചയപ്പെട്ടു. പ്രത്യേകിച്ച് തൈത്തിരി ഉപനിഷത്തിൽ പഞ്ചഭൂതങ്ങളെ പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ പഞ്ചഭൂതങ്ങളെ കണ്ടു, പഞ്ചപ്രാണനെ കണ്ടു, പഞ്ച ഉപപ്രാണനെ കണ്ടു, പഞ്ചമാതാക്കൾ, പഞ്ചവിദ്യാക്കൾ, പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും 5 വീതം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതേപോലെ പഞ്ചസിദ്ധികൾ പതഞ്ജലി പറഞ്ഞിരിക്കുന്ന ജന്മജാത സിദ്ധി, ഔഷധജാത സിദ്ധി, മന്ത്രജ സിദ്ധി, സമാധിജ സിദ്ധി തുടങ്ങിയ സിദ്ധികളെ, താപസജ സിദ്ധി തുടങ്ങിയ സിദ്ധികളെ നമ്മൾ കണ്ടു. മനസ്സിന്റെ 5 തലങ്ങളെ കണ്ടു. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം, തുരീയാതീതം. മോഹൻജിയൊക്കെ സുഷുപ്തിയുടെ പ്രത്യേകതയെ തന്നെ രാവിലെ നമ്മളോട് സംവദിച്ചു. പിന്നീട് നമ്മൾ ഷഡ്ദർശനങ്ങളിലേക്ക് പോയി. നേരത്തെ തന്നെ ചർച്ച ചെയ്ത ഷഡ്ദർശനങ്ങൾ, അതിലൊന്നാണ് യോഗ. അതേപോലെ സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് വരുമ്പോൾ 6 ദളങ്ങളെ നമ്മൾ കണ്ടു. ഷഡ്രിപുക്കൾ, കാമക്രോധലോപ മോഹാദികൾ. അതുപോലെ ഷഡാംഗയോഗം, ഹഠയോഗത്തിന്റെ ഭാഗമായിട്ട് പരിചയപ്പെട്ടു. ഷഡ്രസങ്ങൾ, ഷഡ്കർമ്മങ്ങൾ ഒക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ പരിചയപ്പെട്ടു. ഖേരണ്ട സംഹിതയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സപ്താംഗ സാധന, 7 അംഗങ്ങളുള്ള സാധനാ സമ്പ്രദായത്തെ പരിചയപ്പെട്ടു. അതുപോലെ സപ്തസ്വരങ്ങളും സപ്തവർണ്ണങ്ങളും ഒക്കെ സപ്തചക്രങ്ങളോട് ചേർന്നിരിക്കുന്ന രീതികളെ, ഷഡാധാരവും സഹസ്രാരവും ഉൾപ്പെടെയുള്ള സപ്തചക്രങ്ങളോട് ചേർന്നിരിക്കുന്ന രീതികളെ കണ്ടു. കുണ്ടലിനി പരിശീലനത്തിലുള്ള സപ്തമാർഗങ്ങളെ പരിചയപ്പെട്ടു. തുടർന്ന് നമ്മൾ അഷ്ടാംഗയോഗം, 8നോട് സാമീപ്യമുള്ള അഷ്ടാംഗയോഗം, അഷ്ടകുംഭകങ്ങൾ, അനാഹോളുടെ നല്ല രീതിയിൽ തന്നെ അതിന്റെ ഒരു പരിശീലനത്തെ നമുക്കിപ്പോ അനുഭവവേദ്യമാക്കി തന്നു. അഷ്ട ഐശ്വര്യങ്ങളെ നമ്മൾ ഒന്ന് പരിചയപ്പെട്ടു പോയി. അതുപോലെ ജാബാല ദർശന ഉപനിഷത്തുമായിട്ട് ബന്ധപ്പെട്ട് നവാസനങ്ങൾ എന്ന് പ്രസിദ്ധമായിട്ടുള്ള 9 തരം ആസനങ്ങളെ പരിചയപ്പെട്ടു. നവദ്വാരങ്ങളെ ലോക്ക് ചെയ്യുന്ന രീതികളെ, ബന്ധങ്ങൾ, അത് 3ഉമായിട്ടും ബന്ധപ്പെട്ട് ബന്ധത്രയങ്ങൾ, അവയെ നമ്മൾ പരിചയപ്പെട്ട് ഭക്തിയിലെ 9 തലങ്ങളെ, ശ്രവണം, കീർത്തനം തുടങ്ങിയ 9 തലങ്ങളെ പരിചയപ്പെട്ടു. ഇങ്ങനെ തന്ത്രയോഗയിലേക്ക് ചർച്ച ചെയ്തപ്പോൾ നവ ആചാരങ്ങൾ, ദക്ഷിണവാമം എന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന 9 ആചാരങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. തുടർന്ന് മണിപൂര ചക്രത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ 10ലേക്ക് വരുമ്പോൾ, നമ്മൾ 10 ദളങ്ങളുള്ള ചക്രം, ദശപ്രാണൻ, ദശേന്ദ്രിയങ്ങൾ, 10th ഹോളായിട്ടുള്ള ബ്രഹ്മരന്ധ്രം, പതഞ്ജലിയുടെ രീതിയിൽ യമ നിയമങ്ങൾ 10, ഹഠയോഗ സമ്പ്രദായത്തിലേക്ക് പോകുമ്പോൾ യമം 10, നിയമം 10, ദശ ഉപനിഷത്തുകൾ, ഈശക്കന, കടപ്രശ്ന തുടങ്ങിയ 10 ഉപനിഷത്തുകളെ നമ്മളൊന്ന് പേരുകളെങ്കിലും പരിചയപ്പെട്ടു. ദശമുദ്രകൾ, ഹഠയോഗ പ്രദീപികയിൽ പ്രസ്താവിക്കുന്ന ദശമുദ്രകളെ നമ്മളൊന്ന് കണ്ടുപോയി. പിന്നീട് അടുത്ത ദിവസങ്ങളിൽ, അല്ലെ അടുത്ത നമ്പറിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഏകാദശ മുദ്രകൾ, നാഭിയെ ഏകാദശ ദ്വാരമായിട്ട് കണക്കാക്കുന്ന സമ്പ്രദായം ഒക്കെ പരിചയപ്പെട്ടു. അതേപോലെ നമ്മൾ തുടർന്ന് പോകുമ്പോൾ വിന്യാസ ക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സൂര്യ നമസ്കാരത്തിന്റെ 12 സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ 12 നാമങ്ങൾ, അനാഹത ചക്രത്തിലേക്ക് ചെല്ലുമ്പോൾ 12 ദളങ്ങൾ ഒക്കെ നമ്മളവിടെ പരിചയപ്പെട്ടു. കഴിഞ്ഞ 21 ദിവസത്തെ, ഇന്ന് ഉൾപ്പെടെയുള്ള 21 ദിവസത്തെ പരിശീലനത്തില് നമ്മൾ 13 തരം യോഗകളെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഘടം, രാജയോഗം, അല്ലെ ഘടസ്ഥയോഗം, ചതുരംഗം, അഷ്ടാംഗം, സപ്താംഗം അങ്ങ് തുടങ്ങി ജപയോഗം, മന്ത്രയോഗം, അല്ലെങ്കിൽ ഷോഡശാംഗ യോഗം, അങ്ങനെ തുടങ്ങി 13 തരം യോഗകളെ നമ്മൾ ചർച്ച ചെയ്ത് മുൻപോട്ട് പോയി. അതുപോലെ 14 അനേകം പ്രാധാന്യങ്ങളെ നമ്മളൊന്ന് പരിചയപ്പെട്ടു. 14 ലോകങ്ങൾ, 14 ലോകം എന്നുള്ളത്. അതേപോലെ 14 വേഗങ്ങളെ ശ്രീകുമാർ സാർ ഒരു ദിവസം തന്നെ ചെയ്തിരുന്നു. 14 നാഡികൾ പ്രധാനപ്പെട്ടത്. ഈ ചന്ദ്രവൃത്തി ക്ഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും 14ന് പ്രാധാന്യമുണ്ട്. യോഗയില് ചന്ദ്രലോകത്തിനാണ് പ്രാധാന്യം എന്ന് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞത്.
അതോടൊപ്പം ഹഠയോഗ പ്രദീപികയിലേക്ക് നമ്മൾ പഠിച്ചപ്പോ പ്രധാനപ്പെട്ട 15 ആസനങ്ങളെ അവിടെ സ്വാത്മാരാമൻ, സ്വയം ആത്മാവിൽ രമിക്കുന്നവനായ സ്വാത്മാരാമൻ നമുക്ക് നൽകിയ 15 ആസനങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. തുടർന്ന് 16-ാം അക്കത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഷോഡശാംഗ യോഗയെ പരിചയപ്പെട്ടു, ഷോഡശ ഉപചാരങ്ങളെ പരിചയപ്പെട്ടു, ഷോഡശ സംസ്കാരങ്ങളെ പരിചയപ്പെട്ടു. 17 എന്നൊരു കണക്കിലേക്ക് വരുമ്പോൾ സൂക്ഷ്മലിംഗങ്ങൾ 17 എണ്ണം എന്നുള്ളത് നമ്മളൊന്ന് പരിചയപ്പെട്ടു പോയി. അതായത് പഞ്ചപ്രാണൻ, ദശേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയ 17 കാര്യങ്ങൾ സൂക്ഷ്മലിംഗങ്ങളിൽ ഉൾപ്പെടുന്നു. 18 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഭഗവത്ഗീത പരിചയപ്പെട്ട കാര്യം, പല ദിവസങ്ങളിലും ഭഗവത്ഗീതയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശ്ലോകങ്ങളും അതിൻ്റെ ഇന്നും ഭഗവത്ഗീത നമുക്ക് ചർച്ചയിൽ വന്നു കഴിഞ്ഞു. അവിടെ ശ്രീകൃഷ്ണൻ തന്നെ സിദ്ധാനാം കപിലോ മുനി എന്ന് പറഞ്ഞിരിക്കുന്ന ശ്ലോകങ്ങൾ തന്നെ പ്രസിദ്ധമാണ്. കാര്യം യോഗ സാഖ്യത്തിന്റെ തുടർച്ചയെന്ന് പറയാം, അതിന്റെ പ്രാക്ടിക്കൽ വേർഷൻ എന്ന് തന്നെ പറയാം. യോഗ പഠിക്കുന്നതിന് മുമ്പ് സാഖ്യം വേണം പഠിക്കാൻ എന്നുള്ള ഫിലോസഫിയുമുണ്ട്. ഇത് ദ്വന്ദ്ങ്ങൾ തന്നെയാണ്, സാഖ്യയോഗങ്ങൾ. ജപയോഗത്തിൽ നമ്മൾ 18 അംഗങ്ങളെ പരിചയപ്പെട്ടിരുന്നു. തുടർന്ന് 19 എന്നൊരു കണക്കിലേക്ക് വരുമ്പോൾ നമ്മൾ മാണ്ഡൂക്യ ഉപനിഷത്തിൽ വിശ്വൻ അല്ലെങ്കിൽ വൈശ്വാനരൻ എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് 19 മുഖങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അതുപോലെ ദശേന്ദ്രിയങ്ങളും പ്രാണനും മനസ്സ്, ബുദ്ധി, അഹം അല്ലെങ്കിൽ ചിത്തം തുടങ്ങിയ 4 കാര്യങ്ങൾ കൂടെ ഉൾപ്പെടെ വരുമ്പോൾ 19 മുഖങ്ങളുള്ള വൈശ്വാനരനെ നമ്മൾ പരിചയപ്പെട്ടു. 20 എന്നൊരു കണക്കിലേക്ക് വരുമ്പോൾ നാഡീശുദ്ധിക്ക് വേണ്ടിയിട്ട് അനുലോം വിലോം എന്ന നാഡീശുദ്ധി പ്രാണായാമം 20 തവണ വീതം ഒരു ദിവസം 4 പ്രാവശ്യം ആവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം, അതിനെ നമ്മളൊന്ന് കണ്ടു. അതേപോലെ യോഗ ഉപനിഷത്തുകൾ 20 എണ്ണമാണ് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു സൂചന നമ്മൾ നൽകിപ്പോയി. തുടർന്ന് ഇന്നത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ 21-ന് അനേകം പ്രാധാന്യമുണ്ട്. ഋഗ്വേദത്തിന്റെ ശാഖകൾ 21 അതോടൊപ്പം നമ്മൾ ഇത്രയും ദിവസം ചർച്ച ചെയ്തതിൽ 13 തരം യോഗകളെ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ 21 ഗ്രന്ഥങ്ങളെയാണ് നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ ഒന്ന് പരിചയപ്പെട്ട് പോയത്. ആഴത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പുറമെ ഒന്ന് പരിചയപ്പെട്ട് എന്താണ് അതിനുള്ളിലുള്ളത് എന്നതിന്റെ ഒരു സമ്മറി അറിഞ്ഞ് മുൻപോട്ട് പോയത് 21 ഗ്രന്ഥങ്ങളെയാണ്. അതേപോലെ നമ്മൾ ജപവുമായിട്ട് ബന്ധപ്പെട്ട മണിമാലയുടെ കാര്യം പറഞ്ഞു, 21 മണിയുള്ള മാലകൾ. അതേപോലെ തന്ത്രയോഗയുടെ സമ്പ്രദായത്തിലേക്ക് നമ്മൾ കുലാർണവ തന്ത്രം എന്ന ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തി മുന്നോട്ട് പോയപ്പോൾ നമ്മളോട് ഒരു ശേഷികാ മന്ത്രത്തിന്റെ കാര്യം പറഞ്ഞു, 21 ലെറ്റർ ഉള്ള ഒരു മന്ത്രം. അങ്ങനെ നമ്മൾ അനേകം 21കളെയും പരിചയപ്പെട്ട് ഈ ഒരു അവസ്ഥ വരെ എത്തി നിൽക്കുകയാണ്. അപ്പോ ഇതില് പറയുന്ന മറ്റൊരു കാര്യം നമ്മുടെ പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഷോർട്ട് കട്ട് ഇല്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു വേഷം ധരിച്ചത് കൊണ്ട് ഒരിക്കലും യോഗയുടെ അനുഭവം ലഭിക്കില്ല. അതിൽ ഹഠയോഗത്തിൽ തന്നെ അതിനുള്ള ശ്ലോകമുണ്ട്, ന ശാസ്ത്രപാഠം മാത്രേണ യോഗസിദ്ധി പ്രജാതയിൽ നവേഷധാരണം സിദ്ധേ കാരണം ന തത്കഥ ക്രിയൈവ കാരണം സിദ്ധേ സത്യമേതന്ന സംശയ. അതായത് വേഷധാരണം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ശാസ്ത്രങ്ങൾ മുഴുവൻ പഠിച്ചത് കൊണ്ടോ ചിലപ്പോൾ ഇതെല്ലാം ബൈഹേർട്ടായിട്ട് ഇരുന്നത് കൊണ്ടോ ഒരിക്കലും ഇതിന്റെ ഗുണം ലഭിക്കില്ല. പരിശീലിച്ചാൽ മാത്രമാണ് ഇതിന്റെ ഗുണം ലഭിക്കുക. അതില് ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് ഗോരക്ഷ സംഹിതയിലെ ഒരു ശ്ലോകം നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞു പോയതാണെങ്കിലും, യോഗശാസ്ത്രം പടയ നിത്യം കിമെന്നേ ശാസ്ത്ര വിസ്തരേ യത് സ്വയം ജാതിനാഥസ്യ നിർഗതം വദനാംബുജാ. യോഗശാസ്ത്രം പഠിക്കുമ്പോൾ അതിൽ ബാക്കി എല്ലാ നോളജും അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പഞ്ചകോശങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന എല്ലാ കോശങ്ങളും പരിപൂർണതയിലേക്ക് എത്തി ആനന്ദമയ കോശം പ്രഭാവം പ്രാപിക്കുന്ന ആ ഒരു തലത്തിലേക്ക് എത്തി സദാ ആനന്ദത്തിൽ ആറാടി ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള ആശംസ മാത്രമാണ് നൽകാനുള്ളത്. ഇതിൽ നമ്മളെല്ലാവരും
ഉത്തമരായിട്ടുള്ള ആൾക്കാരാണ്. ഓരോരുത്തരും ഓരോരോ രംഗങ്ങളിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതില് ആരബ്ധമുത്തമജനാ ന പരിത്യജന്തി എന്നുള്ളൊരു ശ്ലോകം കൂടെ കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഉത്തമരായിട്ടുള്ള ആൾക്കാർ ഒരു നല്ല കാര്യം തുടങ്ങിയാൽ ഒരിക്കലും അതിനെ പരിത്യജിക്കില്ല. ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ പറഞ്ഞു, അദ്ദേഹം യോഗയുടെ പരിശീലനം ആരംഭിച്ചത് മുതൽ ഏത് രാജ്യത്ത് പോയാലും അവിടെ യോഗ പരിശീലിപ്പിക്കുന്ന ഒരു സമ്പ്രദായം കൂടെ അദ്ദേഹം അനുവർത്തിക്കുന്നു. പനാ ഹോളിഡേ ഈ ഒരു സമയത്തും നമുക്ക് വേണ്ടി ഇവിടെ വന്ന് ഇത്രയും പ്രാക്ടീസ് നൽകി, പ്രാക്ടീസിന് കോൺസെൻട്രേറ്റ് ചെയ്യും. അതുപോലെ റോബിൻജിയൊക്കെ തിരക്കിനിടയ്ക്കും ഈ ഒരു സമയത്ത് രാവിലെ 3:30 എഴുന്നേറ്റ് മെസ്സേജ് ഇടുന്ന അതൊരു ഇൻസ്പിറേഷൻ ആണ്. അതുപോലെ മോഹൻജി വലിയ പ്രോഗ്രാം വരെ മാറ്റിവെച്ച് 4am ഈ പ്രോഗ്രാമിലേക്ക് എത്തും. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ എല്ലാവരും യോഗയുടെ ഓരോ തലങ്ങളിൽ പരിശീലിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സാറ് കൗശലം ഓക്കെ കർമ്മസുകൗശലം എന്നുള്ള സാധനം സാറ് രാവിലെ പറഞ്ഞിരുന്നു. യുജ്യത അനേന ഇതി യോഗ, മനഃപ്രശമനോപായ തുടങ്ങിയ അനേകം കാര്യങ്ങൾ ഇപ്പോ നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവന്നു. ഇതെല്ലാം ഒരു ഇൻസ്പിറേഷൻ ആണ്. അത് ലിവിങ് എക്സാമ്പിൾസ് ആണ് നമുക്ക് സംവദിക്കാൻ എത്തുന്നത്. ഇനി മറ്റൊരു ചോദ്യം രാവിലെ വന്നിരുന്നതിനും കൂടി ഒന്ന് ആൻസർ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു ദിവസം ചെയ്യേണ്ട പാക്കേജ് എന്താണ് എന്നൊരു ചോദ്യം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സംഭവത്തെ നൽകാതിരുന്നത്. കാരണം എൻ്റെ ഒരു വ്യൂ അനുസരിച്ചിട്ട്, അല്ലെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ രാജാവ്. ഞാൻ എന്താണ് തീരുമാനിക്കുന്നത്, ഞാൻ എന്ത് പ്രാക്ടീസ് ചെയ്യണം എന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ്. അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ശിഥിലീകരണ വ്യായാമങ്ങളെ അനേകം പരിചയപ്പെട്ടു, ആസനങ്ങളെ പരിചയപ്പെട്ടു, അല്ലെങ്കിൽ ശ്വസന വ്യായാമങ്ങളെ പരിചയപ്പെട്ടു, ധ്യാനം പരിചയപ്പെട്ടു, അനേകം കാര്യങ്ങളെ പരിചയപ്പെട്ടു. എല്ലാവരുടെയും കയ്യിൽ നല്ലൊരു സ്റ്റോക്ക്. ഇനി മറ്റ് പല രംഗത്തു നിന്നും നമുക്ക് കിട്ടുന്ന അനേകം രീതികൾ ഉണ്ടാവും. ഇതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഏതാണ്? അത് ഈസി ആയിട്ടുള്ളത് ഏതാണ് തന്നെയാണ് രാജാവ്. നമ്മളുടെ ലൈഫിന്റെ മോഹൻജിയൊക്കെ രാവിലെ പറഞ്ഞ പോലെ നമ്മളിലാണെല്ലാം. നമ്മൾ തീർത്ഥത്തിന്റെ കാര്യമൊക്കെ ചർച്ച ചെയ്തിരുന്നു. ആത്മതീർത്ഥം സർവതീർത്ഥാൽ പ്രധാനം. പതഞ്ജലി ഡെഫിനിഷനും പറഞ്ഞിരുന്നു. യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറഞ്ഞപ്പോൾ തഥാ ദൃഷ്ടസ്വരൂപേ അവസ്ഥാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കൽ തന്നെയാണ് യോഗ. ഒരാൾ നൽകുന്ന ഓർഡർ ഫോളോ ചെയ്യലല്ല, നമ്മൾ നമ്മുടെ ഓർഡറിനെ ഉണ്ടാക്കിയെടുക്കും. എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളതിനെ ആദ്യം, അതിനുശേഷം അല്പം കൂടെ ടഫായിട്ടുള്ളതിനെ അടുത്ത്, അങ്ങനെ വന്ന് അവസാനം കൂടുതൽ ടഫായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് റിലാക്സേഷനിൽ പോയി പരിശീലനം അവസാനിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി വ്യത്യസ്തമായ ശൈലികൾ സ്വീകരിക്കാം. ഒരു ദിവസം ചെയ്യുന്നത് അടുത്ത ദിവസം ചെയ്യണമെന്നില്ല, അടുത്ത ദിവസം മറ്റൊരു പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ വേണമെങ്കിലും പോകാം. നമ്മളിപ്പോ 21 ദിവസം പോയത് ഏകദേശം അങ്ങനെ വ്യത്യസ്ത പരിശീലന രീതികളിലൂടെയായിരുന്നു. കാര്യം സാധാരണഗതിയിൽ നമ്മൾ എംപോസിഷൻ എഴുതുന്ന പോലെയാണ്. ഞാൻ 10 വർഷമായിട്ട് യോഗ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ 10 വർഷം മുമ്പ് ഒരു ലിസ്റ്റ് കിട്ടി, ആ ലിസ്റ്റ് അനുസരിച്ചിട്ട് ഞാൻ ഇന്നുവരെയും പരിശീലിച്ചുകൊണ്ടിരിക്കുക. എംപോസിഷൻ പറഞ്ഞ പോലെയാണ്. അങ്ങനെ വേണ്ട. ഭാരത സംസ്കാരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രന്ഥം പഠിച്ചാൽ അതിൽ കടിച്ചു തൂങ്ങാതെ അതിന്റെ ആശയം ഗ്രഹിച്ചിട്ട് അതിനെ ഉപേക്ഷിക്കണം എന്നാണ്. നമ്മൾ സാധാരണ 1-ാം ക്ലാസ്സിൽ പഠിച്ചാൽ 1-ാം ക്ലാസ്സിലെ പുസ്തകം 2-ാം ക്ലാസ്സിൽ കൊണ്ടുപോകാറില്ല. അത് മുഴുവൻ പഠിച്ചാലും അതിന്റെ സാരം മനസ്സിലാക്കിയിട്ട് അതിനെ അവിടെ വിട്ടു 2-ാം ക്ലാസ്സിൽ അത് ടെസ്റ്റിലേക്ക് പോകും എന്ന് പറഞ്ഞ പോലെ പരിശീലനങ്ങളും ഒന്ന് വഴങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കാനാണ് നമുക്ക് മടി. ഉപേക്ഷിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം ആനന്ദകരമാവും. അറ്റാച്ച്മെന്റ് അല്ല, ഡിറ്റാച്ച്മെന്റ് ആണ് യോഗയുടെ ഫിലോസഫി. എല്ലായിടത്തും പ്രസന്റ് ആയിട്ട് നിന്നുകൊണ്ട് ഡിറ്റാച്ച്ഡ് മൈൻഡിനെ കീപ്പ് ചെയ്യുന്ന തലത്തിൽ എല്ലാവർക്കും ഉന്മനി എന്നുള്ള അവസ്ഥയിലേക്ക് തന്നെ എത്താൻ സാധിക്കട്ടെ, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ എന്നുള്ള ആശംസയോടെ നിർത്തുന്നു.
നമസ്കാരം ടോം സാറേ. താങ്ക് യു വെരി മച്ച്. പോൾ പടയാട്ടിൽ സാറിന്റെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം ഹാഷിർ. അതിനു മുമ്പ് സർട്ടിഫിക്കറ്റ് വേണ്ട, പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടവരെ കൃത്യമായിട്ട് അതിനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതിലൊന്ന് നോക്കി അത് പറയണം. ഒന്നുകൂടെ ലിങ്ക് ഇട്ട് കൊടുത്താൽ നന്നായി. അല്ല, ലിങ്ക് ഒന്നുകൂടെ റോബിൻജി നിർത്തല്ല. അതിന് മുമ്പ് എനിക്ക് 2-3 വാചകം പറഞ്ഞിട്ട് ഞാൻ റോബിൻജിലേക്ക് വന്നിട്ട് അവസാനിപ്പിക്കത്തുള്ളൂ. ഓക്കെ, ലിങ്ക് ഇടാം. അപ്പം നമ്മളെ എല്ലാ ദിവസവും തുടങ്ങിയിരുന്ന ഓരോ ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ചോദ്യങ്ങളാണ് നമ്മളെ ഉത്തരങ്ങളിലേക്ക് എത്തുന്നത്. അപ്പൊ ആ ചോദ്യത്തിനകത്ത് യോഗയാണോ, യോഗാസനമാണോ, അല്ലെങ്കിൽ യോഗ ഒരു കായികാഭ്യാസം മാത്രമാണോ, യോഗ വെറും ആസനങ്ങൾ മാത്രമാണോ, യോഗ ഒരു മത്സര ഇനമാണോ, ഈ നൂറ്റാണ്ടിൽ 16 വർഷം മുമ്പുള്ള കാര്യം, ഈ നൂറ്റാണ്ടിൽ യോഗയ്ക്ക് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ, ഈ വരും നൂറ്റാണ്ടിൽ ഇതിന് പ്രസക്തിയുണ്ടോ? വരും നൂറ്റാണ്ടിലുള്ള പ്രസക്തിയാണ് ഞാൻ ഇന്ന് സൂചിപ്പിച്ച 79-ാമത്തെ 81-ാമത്തെ പുതിയ ഓർഗൻസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിച്ച് ഹാസ് അതിൻ്റെ ലൈറ്റ് സൂചനകൾ അല്ലെങ്കിൽ പാഠ്യഭാഗങ്ങൾ നമ്മുടെ ടെക്സ്റ്റുകളിൽ ഉണ്ട്. അപ്പൊ ഇതൊരു നിഗൂഢ ശാസ്ത്രമാണോ? സ്വാമി സ്വാമിയായിട്ട് ഞാൻ ലിങ്ക് ചെയ്തുകൊണ്ട് മതമുണ്ടോ, ഇതിന് മതമുണ്ടോ, ജാതിയുണ്ടോ, ദൈവാരാധനയാണോ, ചികിത്സ ആണോ? എല്ലാ രോഗങ്ങളും ഹരതി സകല രോഗാൻ എന്ന് പറയുന്നുണ്ട്. ആ സമയത്തുള്ള സാധനമാണ്. പക്ഷെ അങ്ങനെയല്ല. അതിനകത്ത് യാപ്യം എന്നൊരവസ്ഥയും ദുസാധ്യം എന്നുള്ള അവസ്ഥയും നമ്മൾ കഴിഞ്ഞ ദിവസം ടോം സാർ പറഞ്ഞ സാധ്യം, സുസാധ്യം, ദുസാധ്യം, യാപ്യം. ചിലത് മാനേജ് ചെയ്തു പോകാനും ചിലത് പറ്റാത്ത. അതുകൊണ്ട് ഈ സർവരോഗ സംഹാരി എന്നുള്ള ആ ടെർമിനോളജി അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആർക്കൊക്കെ ചെയ്യാം? യുവാവൃത്തോ അതിവൃത്തോവ വ്യാധിതോ ദുർബലോ വിവ അഭ്യാസാൽ സിദ്ധിമാപ്നോതി. അഭ്യാസം ഇത് ചെയ്താൽ മാത്രമേ ഉള്ളൂ, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ പ്രയോജനം ലഭിക്കൂ എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പിന്നെ ഹൂവാമൈ, ഞാൻ ആരാണെന്നുള്ള ചോദ്യത്തിലേക്ക് നമ്മൾ പോയി. യോഗയുടെ അന്തിമ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ നോക്കി. ഈ പാശ്ചാത്യവൽകൃത ശാസ്ത്രം എന്ന് പറയുന്നത് അത് ഈ റിഡക്ഷനിസമാണ്. അതാണോ ശരി? ഭാരതീയ ചിന്താ പദ്ധതിയാണോ ശരി? ചരകന്റെയും സുശ്രുതന്റെയും ഒക്കെ വാഗ്ബടന്റെയും അതേപോലെ മോഡേൺ സിസ്റ്റം ഓഫ് മെഡിസിന്റെ പിതാമഹന്മാരുടെ ഒക്കെ ചിന്ത ശരിക്കും ഇറ്റ് വാസ് ഗോ ഇൻ ടാൻഡം വിത്ത് ഇന്ത്യൻ സിസ്റ്റം. അത് പിന്നീട് എങ്ങനെയാ മാറിയത്? അത് ശരിയാണോ തെറ്റാണോ? ഭക്ഷണവും ഇത് യോഗയുമായിട്ടുള്ള ബന്ധമാണ്. ശരീരത്തിന് വിലയുണ്ടോ? ശ്വാസത്തിന് വിലയുണ്ടോ? ശ്വാസത്തിന്റെ വില എത്രയാണ്? നമ്മുടെ ഈ മൂക്ക് 2 നാസാധാരങ്ങളിലൂടെ പോകുമ്പോൾ അതിനകത്ത് വാട്ട് ഈസ് ഇന്റേണൽ ആക്ടിവിറ്റി, ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി വിച്ച് ഈസ് ഹാപ്പനിങ്. ഏത് മൂക്ക്, വലത് മൂക്ക്, ഇടത് മൂക്ക് വരുമ്പോൾ കോമൺ ട്രാക്കിയാണെന്നുള്ള വാദം ഇതിനെ യോഗയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് അത് വെറുതെ ഇടത് നാസാധാരത്തിനും വലത് നാസാധാരത്തിനും ഓൾട്ടർനേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും നമ്മൾ കണ്ടതാണ്. ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദ ഹെമിസ്ഫിയർ ഓഫ് ദ ബ്രെയിൻ ഉള്ള വിഷയങ്ങൾ എന്താണ് നമ്മൾ കണ്ടതാണ്. ആർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാം? വി ഹാവ് സീൻ ദാറ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടു. അതേപോലെ ശബ്ദങ്ങളുമായിട്ടുള്ള വ്യത്യസ്ത തലങ്ങളിലുള്ള ശബ്ദങ്ങൾ, പരാവശ്യതി മധ്യമം വൈഖരിയെ കുറിച്ച് നമ്മൾ കണ്ടു. പ്രാണരേണുക്കളെയും ആത്മരേണുക്കളെ കുറിച്ചും കണ്ടു. അങ്ങനെ നമ്മളൊരു 21 ഡേ പാക്കേജിനകത്ത് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചു അതിനുള്ള ഉത്തരം തേടലും കൂടി ആയിരുന്നു ഈ യാത്ര. അപ്പം ടോം സാർ ഇപ്പൊ സൂചിപ്പിച്ചു, നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കുകയാണ്. ഓരോരുത്തർക്കും ഇറ്റ് ഈസ് എ യുണീക്ക്, ഓരോരുത്തർക്കും ചെയ്യണ്ടേ. ഞാൻ ചെയ്യുന്ന യോഗ പ്രാക്ടീസ് അല്ല വേറൊരാൾ ചെയ്യേണ്ടത്. അപ്പം അതാണ് അതിലത്തെ ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പൊ അതിലേക്ക് നമുക്ക് ശ്രദ്ധ ചെലുത്താം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പോൾ പടയാട്ടിൽ സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം ആർക്കെങ്കിലും 3-4 പേർക്ക് അഭിപ്രായം പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടെ പറഞ്ഞ് നമുക്ക് അവസാനം റോബിൻജിയിലേക്ക് വന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പടയാട്ടി സാർ, പോൾജി, പൊളേട്ടാ. പൊളേട്ടന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇല്ലേ? ഓ, ബിനോയ് ഈസ് ഓൾസോ ദെയർ. ഓക്കെ, കുഴപ്പമില്ല. ബിനോയും കൂടെ ഒന്ന് സംസാരിക്കണേ. പോളേട്ടൻ സംസാരിച്ചു കഴിഞ്ഞിട്ട്.
പോളേട്ടനൊന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പോളേട്ടൻ ഈസ് ദ സീനിയർ മോസ്റ്റ് നമ്മുടെ കോർ ഗ്രൂപ്പിലെ, എറണാകുളം ഗ്രൂപ്പിന്റെ കോർ ഗ്രൂപ്പിലെ ഏറ്റവും സീനിയർ മെമ്പർ ആണ്. ഈസ് വെരി ആക്റ്റീവ്. എല്ലാ ക്ലാസ്സുകളും പങ്കെടുത്തുകൊണ്ടിരുന്ന ആളാണ്. ഹാഷിർ പ്ലീസ്, ഹാഷിർ ഒന്ന് പോളേട്ടന് അൺമ്യൂട്ട് ചെയ്യാമോ എല്ലാവരെയും? ഹാഷിർ കേൾക്കാമോ? ഹാഷിർ കേൾക്കുന്നില്ലേ? അവിടെ ശ്രീകുമാർജിക്ക് അൺമ്യൂട്ട് ചെയ്യാലോ? ഞാൻ നോക്കിക്കോട്ടെ. ആരെയാണ് അൺമ്യൂട്ട് ചെയ്യേണ്ടത്? പോളേട്ടൻ as well as ബിനോയ് ജോൺ പോൾ പറയാട്ടിൽ. ഞാൻ നോക്കിട്ടാ, ഞാൻ അതിലേക്ക് ആഷർ അവിടെ പോയി അല്ലേ? അല്ല, ഞാൻ സോറി ഞാൻ ഒരു ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതാണ്. ഓക്കെ, ഒന്ന് പോൾ പടയാട്ടിലിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ എല്ലാരും അൺമ്യൂട്ട് ചെയ്തോ ഹാഷറെ? ആർക്ക് എന്തെങ്കിലും ഒരു ക്വിക്ക് റെസ്പോൺസ് വരാനുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക്. ഓക്കെ ഞാൻ എല്ലാരും അൺമ്യൂട്ട് ചെയ്തു. സോ ദാറ്റ് അത് കഴിഞ്ഞാൽ ബിനോയിലേക്ക് ഒന്ന് പോകണം. Good morning everybody. ഫോറം സുഹൃത്തുക്കൾക്കും ഇതിൽ പങ്കെടുത്ത എല്ലാ യോഗ പരിശീലനത്തിന് താല്പര്യമെടുത്ത വ്യക്തികൾക്കും പ്രത്യേകം നന്ദി പറയുകയും, ഇതിന്റെ പ്രയോജനം നേടിയ അനേകം വ്യക്തികളുണ്ടെന്ന് അറിയാം. ഇക്കൂടെ ഞാനും ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണെന്ന് പ്രത്യേകം പറയുകയാണ്. ഇങ്ങനെ ഒരു അവസരം നമുക്കുണ്ടാക്കി തന്ന ഈ ഫോറം ക്ലബിന്റെ ഫൗണ്ടറായ റോബിൻ ജിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. അദ്ദേഹത്തിന്റെ അശ്രാന്തമായ പരിശ്രമം, രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് നമുക്ക് വേണ്ടി ഒരു മെസ്സേജ് ഉണ്ടാക്കി അത് പ്രസന്റ് ചെയ്തു. അത് എല്ലാ ദിവസവും മുടങ്ങാതെ നമുക്ക് വേണ്ടി ചെയ്തു തന്ന അദ്ദേഹത്തിന്റെ മഹാമനസ്കതയും നിരന്തര പരിശ്രമത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഇന്നാണ് നമ്മൾ മോഹൻജിയുടെ ഫുൾ സെൽഫിൽ കണ്ടത്. അദ്ദേഹം ഇത്രയും ഊർജസ്വലനായ ഒരു ഗുരുവാണ് നമുക്ക് ഉള്ളതെന്ന് തെളിവായി ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കി തന്നു. അതുപോലെ അമേരിക്കയിൽ നിന്ന് ഉറക്കമുളച്ച് നമുക്ക് വേണ്ടി പ്രാക്ടീസുകളെ കുറിച്ച് പറഞ്ഞു തന്ന ആൻ ഹോളഡേനെ പ്രത്യേകം നന്ദി പറയുന്നു. ഈ സാക്ഷ്യങ്ങൾ പറയുന്നത്, സ്വന്തം അനുഭവങ്ങൾ തുടർച്ചയായിട്ട് പറഞ്ഞു തന്ന ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഇനി ഇതിന്റെ എല്ലാത്തിൻ്റെയും ചാലക ശക്തികളായി പ്രവർത്തിച്ച തോമസ് അബ്രാഹിമിനെയും ശ്രീകുമാർ ജിനെയും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അവർക്ക് രണ്ടുപേർക്കും ഏറ്റവും അകമഴിഞ്ഞ നന്ദി പറയുന്നു. അത് ഈ നമുക്കൊരു സ്പെഷ്യൽ അഡ്രസ്സിന് വേണ്ടി ഇതിന്റെ ഉദ്ഘാടനത്തിന് വന്ന ഡോക്ടർ സാബു തോമസിനെ വിട്ടുപോയിട്ടില്ല, ഓർക്കുകയാണ്. നന്ദി, നമസ്കാരം. ഓക്കെ, ബിനോയ്ജി. യെസ്, ഗുഡ് മോർണിംഗ്, നമസ്തേ. ഈ 21 ദിവസത്തെ ഈ പ്രോഗ്രാമില് ഒന്നരാടമാണ് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത്. കാരണം ഒന്നരാടം എനിക്ക് മോർണിംഗിൽ ക്ലാസ് ഉള്ളതുകൊണ്ടാണ്. എനിവേ, അല്ലാത്ത ദിവസങ്ങളിലെല്ലാം അറ്റൻഡ് ചെയ്തപ്പോൾ വളരെ നല്ല ഒരുപാട് അറിവുകൾ ഇതിൽ നിന്ന് കിട്ടിയെന്നതിൽ വളരെയധികം സന്തോഷം. ഇതിന് വഴിവിളക്ക് തെളിച്ച ഫൗണ്ടറായിട്ടുള്ള
നമ്മുടെ റോബിൻ സാറിനെയും അതുപോലെ തന്നെ മോഹൻജിയുടെയൊക്കെ അനുഗ്രഹങ്ങളും എല്ലാമാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് നമുക്കറിയാം. an idea can change your life എന്നാണല്ലോ പറയുന്നത്. ഇത് ഒരു ഐഡിയയിൽ നിന്ന് തുടങ്ങിയാണ്, ഒരു ആശയത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഈ ഒരു കാര്യം ഇന്നിപ്പോ ഇന്റർനാഷണൽ ലെവലില് അന്തർദേശീയ തലത്തില് പല ആളുകൾ അറിയുന്നുണ്ട്. ഈവൻ ഈ ഫോറിൻ ക്ലബ്ബ് തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്കും അതല്ലെങ്കിൽ എൻ്റെ ആശയങ്ങൾ പങ്കുവെക്കുന്ന ഒരു വേദി എന്ന നിലയ്ക്കും ഫോറിൻ ക്ലബ്ബ് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ നാളുകളായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന യോഗ അതുപോലെ തന്നെ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കാലത്ത് 4 മണിക്ക് എണീക്കാനായിട്ട് ഒരു പ്രചോദനം തന്നെയായിരുന്നു ഫോറിൻ ക്ലബ്ബ്. അപ്പോൾ അതിൽ തന്നെ ഇക്കിഗായി എന്നൊരു പ്രോഗ്രാമും അതുപോലെ തന്നെ യൂണിവേഴ്സൽ ആൻഡ് സ്പിരിച്വൽ ലോസ് ഓഫ് സക്സസ്, അങ്ങനെ 2 ട്രെയിനിങ് പ്രോഗ്രാമുകൾ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ സാധിച്ചു എന്നതിലും വളരെയധികം ചാരിതാർത്ഥ്യവും സന്തോഷമുണ്ട്. ഈ ആശയം ഒരുപാട് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. യോഗ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യൻ ഫിലോസഫി അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരമാണ്. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഇതൊരു ഹിന്ദുത്വത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിന്റെ ഭാഗമാണ് എന്നാണ്. പക്ഷേ അതിനൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഫോറിൻ ക്ലബ്ബ് ഇത് നയിച്ചത്. ശ്രീകുമാർ സാർ ആണെങ്കിൽ അത് ക്ലാസ് എടുത്ത മാസ്റ്റർ ഡോക്ടർ തോമസ് എബ്രഹാം പ്രത്യേകിച്ച് 2 കൂട്ടരും അതിനൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അവരതിന് അർഹരാണ്. കാരണം ഈ 21 ദിവസം കൊണ്ട് യോഗയുടെ ഒട്ടനവധി കാര്യങ്ങൾ ടച്ച് ചെയ്ത് പോയത് ഞാൻ കണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെയുള്ള റെയർ നോളജ് ആരും ഒരു ദക്ഷിണ കൊടുക്കാതെ പങ്കുവെക്കാറില്ല പൊതുവെ. അങ്ങനെ ഒരു വെപ്പുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ. ഗൂഢശാസ്ത്രങ്ങളും യോഗയൊക്കെ പഠിപ്പിക്കുമ്പോൾ ഈ എന്താ പറയാ, ഗൂഢശാസ്ത്രങ്ങൾ ഗൂഢമായി വെക്കേണ്ടതാണ്, ഒരു ഗുരു ശിഷ്യന് പകർന്നു നൽകേണ്ടതാണ് എന്നൊക്കെയുള്ള വിവക്ഷകൾ പറയുന്നുണ്ടല്ലോ. പക്ഷെ അതിനൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് യു ഹാവ് broken all the barriers of old kind of thinking. ആ ഒരു തോട്ട് പ്രോസസ്സിനെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഫോറിൻ ക്ലബിന്റെ ഈ ഒരു ആശയം. അതിന് പ്രത്യേകം മുൻകൈ എടുത്ത ശ്രീകുമാർ സാറിന് പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഇത് ഒരുപോലെ കോർഡിനേറ്റ് ചെയ്ത് പോവാന്ന് പറയുന്ന ഒരേ മൈൻഡുള്ള ഒരേ മനസ്സുള്ള ആളുകളാണ്. അതിലപ്പുറം ഓരോ ദിവസവും ഇത് കണ്ടുകൊണ്ട് ഇത് പഠിക്കുവാനും വളരെ കൗതുകത്തോടു കൂടിയൊക്കെ ലൈവായിട്ട് വീഡിയോയിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നും. യോഗ എന്ന് പറയുന്ന ഒരു രീതി, ജീവിത രീതിയാണ്. ഇപ്പൊ ഇക്കിഗായി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ജീവിത രീതിയാണ് യോഗ എന്ന് പഠിപ്പിക്കാൻ സാധിച്ച ഡോക്ടർ തോമസ് എബ്രഹാമിന് പ്രത്യേക ഒരു നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ മോഹൻജിയെയും അമേരിക്കയിൽ നിന്ന് നമ്മെ അനുലോമ വിലോമത്തെ കുറിച്ചും പ്രാണായാമത്തെ കുറിച്ചും ഒക്കെ വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തന്ന ആൻ ഹോളിഡേയും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി പറയുകയാണ്. ഇതിനെല്ലാം ഉപരി ഇതിന് അവസരമൊരുക്കിയ പ്രപഞ്ച ശക്തിയോട് നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബിനോയ് വെരി മച്ച്. കൃഷ്ണകുമാർ ഫ്രം തൃപ്പൂണിത്തുറ. കൃഷ്ണകുമാർ. താങ്ക് യു സർ. ആദ്യം തന്നെ ഞാൻ SPCയിലെ ഒരു SPC ഫാമിലിയിലെ ഒരു അംഗമാണ്. അവിടുന്ന് ഓൺലൈൻ ക്ലബ്ബ് എന്നെ ശരിക്കും റെക്കമെൻഡ് ചെയ്ത ആലപ്പുഴ ക്ലബ്ബിലെ ശ്രീമതി പ്രദീപയാണ് റോബിൻജിയോട് പറഞ്ഞിട്ടാണ് ഞാൻ ഫോറിൻ ക്ലബ്ബിലേക്ക് എറണാകുളം ചാപ്റ്ററിലേക്ക് എത്തിച്ചേർന്നത്. അത് ഈ ശരിക്കും പറഞ്ഞാൽ റോബിൻജി ഒരു ഡയറക്ടറായിട്ട് മാറി നിന്നിട്ട് അതിലെ നടന്മാരായിരുന്നു ശ്രീകുമാർ സാറും ടോം സാറും എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം ഞാൻ FT യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് സെന്ററിൽ സൈക്കോളജിക്ക് ഈ വർഷം ആദ്യം ചേർന്നപ്പോൾ അന്നത്തെ ഞങ്ങളുടെ ലാസ്റ്റ് ബാച്ചിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വിതരണത്തിന് നമ്മുടെ ബഹുമാനപ്പെട്ട VC വന്നിരുന്നു. അവിടെ ചിരിച്ചോണ്ട് ഒരു ജുബയും ഒരു മുണ്ടും കൊടുത്ത് ഒരാൾ അവിടെ വന്നിരുന്നു. അത് ടോം സാറാണെന്ന് ആ മുഖം ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. കാരണം അത് ടോം സാറായിരുന്നു യോഗയുടെ അതിൻ്റെ ഹെഡായിട്ട് അദ്ദേഹം അവിടെ വന്നിരുന്നത്. എനിക്ക് ടോം സാറിനോട് ചോദിക്കാനുള്ളത്, അദ്ദേഹം അന്നും ഇന്നും എപ്പോഴും ഒരേ ആ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം, അതിൻ്റെ ആ ഗൂഢരഹസ്യം കൂടെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമെന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ ശരീരം മാത്രമല്ല ഫ്ലെക്സിബിൾ, അദ്ദേഹം എടുക്കുന്ന ക്ലാസ്സുകളും വളരെ ഫ്ലെക്സിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പൊ തന്നെ വിദേശത്തു നിന്നുള്ള ഡോക്ടർ ആൻസ് പറഞ്ഞത് തമ്പും മറ്റേ റിംഗ് ഫിംഗറും കൂടെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പം അവിടെയും ടോം സാറ് പറയുന്നത് ഏത് ഫിംഗർ ഉപയോഗിച്ചാലും മതി എന്നുള്ള രീതിയിലേ പറഞ്ഞു. അത്രയ്ക്ക് ഫ്ലെക്സിബിൾ ആണ്. ഇത് ഞാൻ ടോം സാറിന് ഗുരുദക്ഷിണയായിട്ട് സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു കൃഷ്ണകുമാർ. താങ്ക് യു.
Anybody else? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്തെങ്കിലും പറയണമെന്ന്? ഹലോ പറയൂ. ഹലോ ഹലോ പറയൂ. പറഞ്ഞോളൂ. സംസാരിച്ചോളൂ. ഹലോ. ഹലോ, ആരാണ് ഹാൻഡ് റൈസ് ചെയ്തത്? അല്ല, സംസാരിക്കാൻ തുടങ്ങിയ ലിസയാണോ? ശ്രീകുമാർ സാർ, ഞാൻ ആശയ. ഓക്കെ, പറയൂ. സാറേ, ഒരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു നമ്മുടെ ഇത്രയും 21 ഡേയ്സിൽ ഞങ്ങള് 3 പേരോട് ചേർന്നിട്ട്. അപ്പൊ അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇപ്പം എത്ര മിനിറ്റ് ഉണ്ട് മാഡം? 3 minutes. 1 minute 2 ഉണ്ട്. 2 വീഡിയോ ഉണ്ട്. 1 മിനിറ്റിന്റെ ഉണ്ട്, 3 മിനിറ്റ്സിന്റെ ഉണ്ട്. സാറിന് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. താങ്ക് യു. നോക്കട്ടെ. ശ്രീകുമാർജി, അത് ഹാഷിറിനൊന്ന് അയച്ചു കൊടുത്താലും മതി. നോക്കട്ടെ, ഞാൻ നോക്കിക്കോട്ടെ സാറേ. ആരെങ്കിലും കമന്റ് ചെയ്യാനുള്ള ചെയ്തോ? ഞാനതൊന്ന് നോക്കിക്കോട്ടെ. പ്ലീസ് കമന്റ് ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടെന്ന് പ്ലീസ് കം ഫോർവേഡ്. ഹലോ സർ. രാധാജി. നിഷ. ഓക്കെ. കഴിഞ്ഞ 21 ദിവസം പുലർച്ചെ 5 മണിക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു വേറിട്ടൊരു അനുഭവമായിരുന്നു. ഡോക്ടർ തോമസ് അബ്രഹാം സാറെ പ്രത്യേകം അങ്ങേ നമിക്കുന്നു. റോബിൻജി സാറെ, അതായത് ശ്രീകുമാർ സാർ, എല്ലാവർക്കും പ്രത്യേകം നന്ദിയുടെ ഒരു വാക്ക് പറയാതിരിക്കുന്നത് ഉചിതമല്ല. കാരണം ഇങ്ങനെയൊരു യോഗ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ആദ്യമായിട്ട് ഈ രീതിയിൽ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ഇത്രമാത്രം പ്രസക്തിയുണ്ട്, ലോകത്തിലെ ഒരു മിറക്കിളാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് ഈ യോഗ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി തന്നതില് ടോം സാറെ അങ്ങേക്ക് നന്ദി. അതുപോലെ തന്നെ ഓരോ ശ്രീകുമാർ സാറിന്റെ ഒക്കെ ക്ലാസ്സുകളും ഒക്കെ ഞങ്ങൾക്ക് യോഗ ദർശനത്തിലൂടെ ഒരു ജീവിത ദർശനം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ഹസ്തങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി നല്ലൊരു അനുഭവമായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒത്തിരി മാറ്റിമറിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ തലങ്ങളിലും ഒരു ട്രാൻസ്ഫോർമേഷൻ ഞങ്ങളിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. അത് വീഡിയോ കിട്ടിയില്ല മാഡം. വീഡിയോ ശ്രീമാർജി, നമുക്ക് ഒരു കാര്യം ചെയ്യാം. വാട്സാപ്പിൽ അയച്ചിട്ടുണ്ടല്ലേ? ആരെങ്കിലും സംസാരിച്ചു, ഞാൻ വാട്സാപ്പ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ. സാറേ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. പറഞ്ഞോ. മുഹമ്മദ് റാഫി, മലപ്പുറം ജില്ലയിലെ വാഴയൂർ എന്ന സ്ഥലത്താണുള്ളത്. വളരെ നന്നായിട്ടുണ്ട് നമ്മുടെ ഈ ദിവസത്തെ പ്രോഗ്രാം. ഏറെ സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. ഇനി നാളെ ഇതേ സമയത്ത് നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും. ഈ സാധാരണ കണ്ടുവരുന്ന ഒരുപാട് കൂട്ടുകാരെ കാണാൻ കഴിയാത്തൊരു പ്രയാസം ഉണ്ടാവും. ഏതായിരുന്നാലും ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച തോമസ് സാറെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഫോറൻ ക്ലബിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാവിധ അഭിനന്ദനവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു. അത് വാട്സാപ്പ് കിട്ടി. ആശ വാട്സാപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഹാഷിറിന് ട്രാൻസ്ഫർ ചെയ്തു. ഹാഷിർ അതൊന്ന് പ്ലേ ചെയ്യാമോ? ഹാഷിർ ജി, ഒരു വീഡിയോ, ഒരു 3 മിനിറ്റ് ഒരു വീഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട്. VRB സംസാരിക്കാം. അഡ്വക്കേറ്റ് VRB ഫ്രം കോട്ടയം. എല്ലാവർക്കും സുപ്രഭാതം നേരട്ടെ. യോഗയുടെ 21 ദിവസത്തെ പ്രവർത്തനത്തിന്റെ സമാപന ദിവസമാണിന്ന്. യോഗ എന്ന് പറയുന്നത് തന്നെ യൂണിയൻ എന്നാണ് അർത്ഥം. ശരീരം, മനസ്സ്, ഇതിന്റെ എല്ലാം കൂടെയുള്ള ഒന്നിച്ചുള്ള ഒരു സമ്മേളനമാണ് യോഗ. ഇത് ഭംഗിയായി പഠിപ്പിച്ച നമ്മുടെ തോമസ് അബ്രഹാം സാറിനും അതിന് മുൻകൈ എടുത്ത റോബിൻജിക്കും ശ്രീകുമാർജിക്കും എല്ലാം ഹൃദയമായ നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ പറയട്ടെ. അതോടൊപ്പം ഇത്
ദിവസവും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. ശ്രീകുമാർജിയും തോമസ് സാറും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ ഭംഗിയായ രീതിയിൽ ദിവസവും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ശാരീരികമായും മാനസികമായും എല്ലാം നമ്മൾക്ക് സന്തോഷം ഉണ്ടാകും. അത് 4AM ക്ലബിന് എല്ലാവിധമായ ഭാവുകങ്ങളും ആശംസിക്കുന്നു. അതിന് മുൻകൈ എടുത്ത റോബിൻജിക്കും ശ്രീകുമാർജിക്കും ഡോക്ടർ ടോമസ് എബ്രാഹിമിനും എല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഭാവുകങ്ങൾ ആശംസിച്ചുകൊണ്ടും അത് ഒരു പ്രാക്ടീസായി ഒരു ദിനചര്യയായിട്ട് മാറ്റണം എന്നുള്ള അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. താങ്ക് യു വെരി മച്ച്. മറ്റേ വീഡിയോ ക്ലിപ്പ് കിട്ടിയോ? താങ്ക് യു അഡ്വക്കേറ്റ്. വി ആർ ബി ഹാഷർജി കിട്ടിയിരുന്നോ? ഹാഷർ സംസാരിക്കുന്നവരെ മ്യൂട്ട് ചെയ്താൽ നന്നായിരുന്നു സാറേ. അതിന് എന്തെങ്കിലും സാങ്കേതിക തടസ്സം ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത സെഷൻ തുടങ്ങുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. നാളെ മറ്റന്നാൾ നമ്മൾ പുതിയ കോഴ്സ് തുടങ്ങുമ്പോൾ ഷെയർ ചെയ്യാമല്ലോ. എനിക്ക് തോന്നുന്നത് നമുക്ക് സമയം ഒരു 2.5 മണിക്കൂറായി നമ്മൾ പ്രോഗ്രാം തുടങ്ങിയിട്ട്. ഞാന് ശ്രീകുമാർജി, ഞാൻ എന്ത് പറയാനാണ്, എനിക്കിപ്പോ തോന്നുന്നത് ഈ വാക്കുകൾക്കൊന്നും വലിയ സ്ഥാനമില്ല. എനിക്കിപ്പോ തോന്നുന്നത് പ്രിയപ്പെട്ട കവി ശ്രീകുമാരൻ തമ്പി സാറിന്റെ, അതുപോലെ രവീന്ദ്രനാഥിന്റെ അതിലെ വരികളൊക്കെ ഓർമ്മ വരുന്നത്. വരികൾ ഇങ്ങനെയാണ്: ഹലോ സർ. ഹലോ റോബിൻജി റേഞ്ചിലെല്ലാം തോന്നുന്നു. റോബിൻജിയുടെ റേഞ്ച് പോയെന്ന് തോന്നുന്നു. ശ്രീകുമാർജിയുടെയും മറ്റ് ആദരണീയരായ മുഴുവൻ മനുഷ്യരുടെയും മുഴുവൻ ഗുരുക്കന്മാരുടെയും മോഹൻജിയുടെ ഒക്കെ അടക്കമുള്ള ഈ വലിയ ചിന്തയുടെ പൊൻകതിർ കൊണ്ട് ഇന്നത്തെ ദിവസം ധന്യമായി മാറിയിരിക്കുകയാണ്. 4AM ക്ലബ്ബ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ഊർജ്ജസ്വലമാവട്ടെ നമ്മുടെ യാത്ര, പുണ്യം നിറഞ്ഞതാവട്ടെ നമ്മുടെ ലക്ഷ്യങ്ങൾ. നമുക്കിനിയും ഒരുപാട് ദൂരം താണ്ടേണ്ടതുണ്ട്. ലോകത്തിന്റെ മുന്നിൽ നമ്മൾ എത്തേണ്ടതുണ്ട്. ലോകത്തിന്റെ നെറുകെ ഉയരങ്ങൾ കയറുക എന്നുള്ളതല്ല, നമുക്ക് അവനവനെ അറിയാനും നമ്മളെ മുന്നിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള അവസരമായിട്ട് ഇത് മാറട്ടെ. അതിലൊക്കെ വന്നു ചേരുന്ന ഉയരങ്ങളൊക്കെ വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. എല്ലാ പ്രാർത്ഥനകളോടെയും കൂടി നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കാം. ഇതൊരു അഭംഗുരമായിട്ടുള്ള ഒരു യാത്രയാണ്. ആ യാത്ര നമുക്ക് തുടരേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്? അതിന്റെ ശബ്ദമാണ്, റോഡിലെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത്. അത് മ്യൂട്ട് ചെയ്ത എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ആഷിർ സംസാരിച്ചോളൂ. ശ്രീകുമാർജി, ഒരു ധ്യാനാവസ്ഥയിൽ നിന്നും അടുത്ത ധ്യാനാവസ്ഥയിലേക്കുള്ള ഒരു യാത്രയിലാണ് നാം. ഈ യാത്രയിൽ പുതിയൊരു ദിശയിലേക്ക് സ്വയം ഒന്ന് പരിവർത്തനപ്പെടുത്തുവാനായിട്ടുള്ള ഈ യോഗദർശൻ പരിപാടികളുടെ സഹയാത്രികരായി തുടർന്നും നമുക്ക് ഈ യാത്ര തുടരാം. തുടക്കത്തില് കബീർദാസിന്റെ ഒരു വരികൾ ഞാൻ കോട്ട് ചെയ്തിരുന്നു. ഇതോടെ നമുക്ക് നിർത്താം. ഓ ട്രാവലർ, ഗെറ്റ് അപ്പ്, ഇറ്റ് ഈസ് ഡോൺ. It is not right to write that you are sleeping. One who sleeps, he loses. Get up. Open your eyes from slumber and meditate your master. ആ മാസ്റ്ററിനെ, ഗുരുവിനെ പ്രണമിച്ചുകൊണ്ട് നമ്മുടെ ഈ 21 ദിവസത്തെ ഈ യോഗദർശൻ പരിപാടി ഇവിടെ സമ്പൂർണ്ണമാകുന്നു.